ഞാന്റെ അസ്തിത്വം. എനിക്കത് അന്നമാണ്, അഭയമാണ്, ആശ്വാസമാണ്, ആശ്രയവും ഔഷധവുമാണ്, സർവവുമാണ്. നാടകവേദി ദേവാലയമാണ്, അഭിനയം ആരാധനയാണ്. ഈ നാടകത്തറ എന്റെ പോറ്റമ്മയാണ്. ഈ തറ എന്നെ കൈവിടില്ല. ഇവിടെ എന്റെ പെറ്റമ്മയുടെ പ്രാർത്ഥനാ നിർഭരമായ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ജീവിതം മുഴുവൻ തോറ്റുപോയ ഞാൻ ഈ നാടകത്തറയിൽ നിൽക്കുമ്പോൾ പരാജിതനല്ല. ഉയരട്ടെ സംഗതി, കേളികൊണ്ടുയരട്ടെ. സൂര്യ കൃഷ്ണമൂർത്തി സാർ, ശ്യാമപ്രസാദ് സാർ, പ്രിയപ്പെട്ട സുദർശൻ സാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, നാടകത്തെ സ്നേഹിക്കുന്നവരെ, ഇന്ന് നമ്മെ വിട്ടുപോയ സുധാകരൻ ശിവാർത്തി സാറിൻ്റെ നാടകത്തെ ഒരു ആയുസ് മുഴുവൻ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട ശിവാർത്തി സാറിൻ്റെ ഓർമ്മ ദിനമാണ്. സാറിനെ ഓർമ്മിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം ക്യാമ്പസ് മുതലുള്ള ബന്ധമുണ്ട്. ഏറ്റവും അവസാനം സൂര്യാവേദിയിൽ, സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം സൂര്യാവേദിയിൽ ആദ്യമായി ഒരു നാടക പരീക്ഷണം, റീഡേഴ്സ് ഡ്രാമ എന്ന് പേരിട്ട ഇരുന്നു കൊണ്ട് നടന്മാർ നാടകം അഭിനയിക്കുന്ന, ഇംഗ്ലണ്ടിൽ 70കളിൽ എന്തോ പ്രയോഗിച്ചു വിജയിച്ചു എന്ന് പറയപ്പെടുന്ന റീഡേഴ്സ് ഡ്രാമ അരങ്ങേറിയിട്ട് 2002 അത് പ്രിയപ്പെട്ട സുധാകരൻ സാറിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. എത്രയോ കാലമായി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടു നടന്ന, സ്റ്റേജിൽ ഒരു പ്രൊഫഷണൽ നാടകം പോലെ ചെയ്യണം, പ്രൊഫഷണൽ നാടകമായി ചെയ്യണമെന്ന ആഗ്രഹത്തിൽ കൊണ്ടു നടന്ന ആ സ്ക്രിപ്റ്റ് വളരെ യാദർച്ഛികമായി കോവിഡിൻ്റെ കാലത്ത് പരസ്പരം അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, നാടകക്കാരെല്ലാം ബുദ്ധിമുട്ടിലായ സമയത്ത് സാറിങ്ങനെ, അപ്പോഴും 80 കഴിഞ്ഞ സാറിൻ്റെ രോഗ അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായിരുന്നു. സാർ അങ്ങനെ എന്നെയും പ്രകാശിനെയും വിളിച്ചിട്ട്, ആദ്യം പ്രകാശിനോട് സംസാരിക്കുന്നു, പിന്നെ എന്നെയും പ്രകാശിനെയും വിളിക്കുന്നു. ഈ സ്ക്രിപ്റ്റ് വേണ്ടപ്പെട്ട ഒരു 10-15 പേരെ ഇരുത്തി വായിച്ച് നമുക്ക് ചായ കുടിച്ച് പിരിയാം എന്ന് പറയുന്നു. അതിനകത്തു നിന്നാണ് റേഡിയോ നാടകത്തിൻ്റെ ഒരു സ്വഭാവമുള്ള എന്നാൽ ദൃശ്യ സാധ്യതയുള്ള റീഡേഴ്സ് ഡ്രാമ നടചരിതം, അത് 100% സാറിൻ്റെ ആത്മകഥാംശം തുളുമ്പുന്ന നാടകമായിരുന്നു. വളരെ ഭംഗിയായി കൃത്യമായി എഴുതി തയ്യാറാക്കിയ നാടകം. 1 മണിക്കൂർ 10 മിനിറ്റ് നടന്മാർ ഇരുന്നു കൊണ്ട് അഭിനയിക്കുകയും, ഞങ്ങൾക്ക് തന്നെ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും അതിനകത്ത് നടന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ നാടകം ഇങ്ങനെ ചലനമില്ലാതെ കളിച്ചു കഴിഞ്ഞാൽ എത്ര പേരിത് ഡയലോഗ് മാത്രം കേട്ടുകൊണ്ടിരിക്കും എന്നുള്ള നമ്മുടെ ഒരു വല്ലാത്ത ഉത്കണ്ഠ അവസാനിപ്പിച്ചുകൊണ്ട് സൂര്യയുടെ ഈ നിറഞ്ഞ വേദിയിൽ വളരെ നന്നായി ആ നാടകം ആസ്വദിച്ച് നാടകത്തെ അനുഭവിച്ച ആൾക്കാർ, ആദ്യത്തെ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ നാടകം ഇങ്ങനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ നാടക സംഘത്തിനകത്തുണ്ടായിരുന്ന, യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ ക്യാമ്പസ് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ശ്രീ കൃഷ്ണൻ നായർ ഏട്ടനാണ്. നിങ്ങൾ കൃഷ്ണമൂർത്തി സാറിനോട് സംസാരിച്ച് നോക്കൂ, അദ്ദേഹം ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് അത് സക്സസ് ആവും, അല്ലെങ്കിൽ അത് നാടകമായി അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി ഒരു സ്റ്റേജ് കിട്ടുമെന്ന് പറഞ്ഞ ഈ സൂര്യാവേദിയിൽ ഞങ്ങളത് 2 സ്റ്റേജ് കളിച്ചു. പിന്നെ നിയമസഭാ വാർഷികത്തിന് കളിച്ചു, വൈലോപ്പള്ളി നാടകോത്സവത്തിൽ അത് കളിച്ചു. 5ഓളം സ്റ്റേജുകൾ ആ നാടകം കളിച്ചു. അതിനകത്ത് പ്രധാന വേഷം സുധാകരൻ സാർ തന്നെയാണ് ചെയ്തിരുന്നത്. സാറിൻ്റെ
നാടകത്തിൻ്റെ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, നാടകം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരു നാടക ഇഷ്ടക്കാരൻ, നടൻ, അദ്ദേഹത്തിന് 2 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും നീ ഇത്രയും വലിയവനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആ ഒരു നാടകം അവസാനം വരെയും പ്രേക്ഷകനെ പിടിച്ചിരുന്ന രീതിയിൽ രാവണനായിട്ടൊക്കെ സാർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. വളരെ വ്യക്തവും ശക്തവും മോഡുലേഷനുള്ള ശബ്ദ നിയന്ത്രണത്തോടു കൂടി സാർ അത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ നാടകത്തിൻ്റെ അമ്മയെ കാണാനായി, അമ്മയും അച്ഛനും കൂടി സാറിനെ കാണാനായി എത്തുന്ന ഭാഗം ഇവിടെ ഇപ്പോൾ അതേ നാടകം ചെയ്ത ആൾക്കാർ പ്രകാശും ഗ്രേസ് ചേച്ചിയും അമ്പൂട്ടിയും കൂടി വായിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കോസ്റ്റ്യൂമില്ല, മ്യൂസിക്കൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചത്, നടചരിതത്തിൻ്റെ കൂട്ടായ്മ തീരുമാനിച്ചത്, അമച്വർ നാടകരംഗത്ത് ശക്തമായ സാന്നിധ്യമാകുന്ന, ഈ വെല്ലുവിളി നേരിടുന്ന അമച്വർ നാടകരംഗത്തെ സഹായിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു നാടക പ്രവർത്തകന്, അല്ലെങ്കിൽ നാടകത്തിന് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ആദ്യത്തെ സുധാകരൻ ശിവാർത്തി സ്മാരക നാടക പുരസ്കാരം നൽകണമെന്നും നമ്മുടെ കൂട്ടായ്മ തീരുമാനിച്ചു. അത് ഡോക്ടർ ജനാർദ്ദനൻ, ഗ്രേസി, മൈമേഴ്സിൻ്റെ ഡോക്ടർ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ, പിന്നെ അഖിലേഷ്, ജോബി, ഇത്രയും പേര് ചേർന്ന സമിതി തീരുമാനിച്ചതാണ്. ആ നാടക പുരസ്കാരം നമുക്ക്, അത് യാദർച്ഛികമാകാം, ആദ്യമായി നടചരിതത്തിൻ്റെ പരീക്ഷണത്തിന് ഒരു വേദി തന്ന, ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളുടെ കൂടെ നിന്ന സുധാകരൻ ശിവാർത്തി സ്മാരക പുരസ്കാരം ആദ്യമായി സമിതി തീരുമാനിച്ചത് പ്രിയപ്പെട്ട ആദരണീയനായ സൂര്യ കൃഷ്ണമൂർത്തി സാറിനാണ്. ഇന്ന് ഈ വേദിയിൽ വെച്ച് ശ്യാമപ്രസാദ് സാറിന് ആ പുരസ്കാരവും 10,001 രൂപയും സാറിന് കൈമാറും. ഇപ്പോൾ നമുക്ക് ആ നടചരിതത്തിൻ്റെ സുധാകരൻ സാറിൻ്റെ കഥാപാത്രത്തെ അമ്മയും അച്ഛനും കാണാൻ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാം. ഇവിടെ തന്നെ അല്ലേ താമസിക്കുന്നത്? ഇവിടെ ആണെന്നാണല്ലോ പറഞ്ഞേ. കാണും, വിളിച്ചു നോക്കാം. മോനെ വിശ്വ, മക്കളെ വിശ്വ, മോനെ മോനെ എണീക്ക് മക്കളെ, എണീക്ക്. ഉറക്കമായിരുന്നോടാ? ഇന്നലെ നാടകം കഴിഞ്ഞ് വന്ന് കിടന്നതമ്മേ, ഉറങ്ങിപ്പോയി. നേരെ ഇത്രയായില്ലേ? മക്കള് വല്ലതും കഴിച്ചതാണോ? ഓ ഇല്ലമ്മേ, അതൊന്നും സാരമില്ല. അതൊക്കെ എനിക്കങ്ങ് ശീലമായി പോയി. നിന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ മക്കളെ. വയസ്സ് 45 ഇനി എന്നാ നീ ജീവിതത്തിൽ സുഖവും സ്വസ്ഥതയും അനുഭവിക്കുന്നത്? എനിക്കിവിടെ സുഖമാണമ്മേ, അമ്മ ഓർത്ത് വിഷമിക്കണ്ട. എന്ത് സുഖമാണടാ? എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അനാഥനെ പോലെ. നിനക്ക് അവാർഡ് കിട്ടിയ വിവരവും നിന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയ കാര്യങ്ങളും ഒക്കെ വായിച്ചപ്പോ മുതല് അച്ഛന് നിന്നെ കാണണമെന്ന്. ശരി മക്കളെ, എണീക്കടാ, എണീക്ക. നീ വീട്ടിലോട്ട് ചേട്ടനത് ഇഷ്ടമാകില്ല. വീണ്ടും ഞാൻ കാരണം ഒരു പ്രശ്നം വീട്ടിലുണ്ടാകാൻ പാടില്ല. അതും ശരിയാ മോനെ. ഇത് നിന്റെ ജന്മമാസമാ. 45 വയസ്സായി നിനക്ക്. ഒറ്റയ്ക്ക് ജീവിക്കാതെ ഇനിയെങ്കിലും ഒരു കല്യാണം കഴിക്കും. നീ കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഭാര്യയായി ഞാൻ നിർമ്മലയെ മാത്രമാണ് മനസ്സിൽ കണ്ടിരുന്നത്. അത് നടന്നില്ല. വേറൊന്നെനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം അമ്മ. ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ് ശില്പം. മക്കളെ നോക്ക്.
അച്ഛാ, ഇതെനിക്ക് നാടകം തന്നത്. ഈ ജീവിതത്തിലെ എന്റെ ആകെയുള്ള സമ്പാദ്യം അച്ഛനും അമ്മയ്ക്കും മറ്റൊന്നും തരാൻ ഈ മകന്റെ കയ്യിലില്ല. മോനെ, ഞാൻ ഇതാ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എളിക്ക് അച്ഛാ, ഇത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. ആ, അമ്മയുടെ വീട്ടിൽ. ഇതാ മക്കളെ. എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ ഈ അച്ഛന്റെയും അമ്മയുടെയും മകനായി തന്നെ പിറക്കണം. ഈ ജന്മത്തിലെ കടങ്ങളെല്ലാം എനിക്ക് അന്ന് വീട്ടണം. എടാ, അച്ഛനെ തെറ്റിപ്പോയി. നിന്റെ മനസ്സറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ, വസ്തുവീതം വെക്കുമ്പോ നിന്റെ ഓഹരി അളന്ന് തിരിച്ച് ആധാരമാക്കി തരാം. വീട് വെച്ച് താമസിക്കുകയോ വിൽക്കുകയോ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ ഓഹരി എന്റെ കുഞ്ഞു പെണ്ണൊക്കെ കൊടുത്താൽ മതി. എന്റെ സമ്മാനമായി അവൾക്ക് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മോനെ, അത് വേണ്ട മക്കളെ. നിനക്കുള്ളത് നീ എടുത്തു. നിനക്കും കയറി കിടക്കാൻ ഒരിടം വേണ്ടേടാ. വേണ്ട, എനിക്ക് ഒരു തരി മണ്ണ് പോലും വേണ്ട. മോനെ, ഞാൻ മരിക്കുന്ന സമയത്തെങ്കിലും നീ എന്റെ അരികത്ത് വേണം. ആ, അന്നും നാടകം ഉണ്ടെങ്കിലും വരാൻ പറ്റില്ലല്ലോ അല്ലേ? സാരമില്ല, അതും അമ്മ സഹിച്ചോളാം. എന്നാലും എന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. കൂടെ കൂടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോരണം. അവളുടെ ഒരു മനസമാധാനത്തിന്. നിന്നെ കുറിച്ചുള്ള വേവലാതിയാ അവൾക്ക് എപ്പോഴും. അവളെങ്ങാനും വീണുപോയാ നമുക്കിറങ്ങാം. മക്കളെ, അമ്മ പോട്ടേടാ. അമ്മ പോയിട്ട് വരാം മോനെ. മനസ്സ് നിറഞ്ഞു ഞാൻ വീണ്ടും ഈ തറയിൽ നിൽക്കാനായതിൽ തഞ്ഞ മനസ്സോടെ സന്തോഷത്താൽ കണ്ണുനീർ തൂകി ഈ വൃദ്ധനായ നടൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ നടൻ. ഇത് നടചരിതം. ഒരു തപസ്യായി കൊണ്ടു നടന്ന സുധാകർ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. ഇന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നിങ്ങളുടെ നടനും കൂട്ടായ്മയുടെ മുഖ്യ സാരഥിയും ആയ പ്രകാശ് പ്രഭാകറാണ്. പ്രകാശ് ഒത്തിരി സർക്കാർ പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അഭിനേതാവാണ്, അറിയാം. അതുപോലെ തന്നെ ടെലി ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ സംവിധായകനാണ്. 3 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ ഫിനാൻസ് മാനേജറായ പ്രകാശിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. സുധാകരൻ ശിവാജി സാറിൻ്റെ പ്രഥമ അവാർഡ് സൂര്യകൃഷ്ണമൂർത്തി സാറിന് കിട്ടുന്നതിൻ്റെ ഏവർക്കും അഭിമാനകരമായ ഒരു സംഭവമാണ്. മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. സൂര്യന് കീഴിലുള്ള ഏത് കലാരൂപത്തെയും നമ്മുടെ മണ്ണിൽ കൊണ്ടുവന്ന് നമുക്ക് കാട്ടിത്തന്ന, അതുപോലെ തന്നെ നമ്മുടെ
തനത് കലാരൂപങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്ത മനുഷ്യസ്നേഹിയായ ഇന്ത്യ അറിയുന്ന കലാകാരൻ സാറിനെ ഹൃദ്യമായി അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്തു. സാറിനിങ്ങനെ ഒരു അവാർഡ് കൈകളിലെത്തിക്കുന്നത് അത്തരം ഒരു വ്യക്തിത്വം തന്നെയാവണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്യാമപ്രസാദ് സാറിനെ ഇങ്ങനൊരു കർമ്മം നിർവഹിക്കാനായി ഞങ്ങൾ ഏൽപ്പിച്ചത്. ഒത്തിരി സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളുമൊക്കെ കരസ്ഥമാക്കിയ ശ്യാമപ്രസാദ് സാർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ തന്നെ അഭിമാനകരമായ ഒരു പ്രൊഡക്റ്റാണ്. സാറിനെ അഭിമാനപൂർവ്വം, സ്നേഹപൂർവ്വം, ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കെ സുദർശനൻ സാർ, അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ആയി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തു. അദ്ദേഹം ഞങ്ങളുടെ നാടകം കാണുകയുണ്ടായി. കണ്ടതിന് ശേഷം സുധാകരൻ സാറിനെ വന്ന് അഭിനയിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. സുദർശനൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്തോളുന്നു. ഗ്രേസി ഇപ്പോൾ നിങ്ങൾ അഭിനേതാവാണ് കണ്ടു കഴിഞ്ഞല്ലോ. കേരളം അറിയുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഗ്രേസിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനകത്ത് അഭിനയിച്ച അമ്പൂട്ടിയും ഡബ്ബിംഗ് രംഗത്ത് ഒത്തിരി അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടിയതാണ്. അമ്പൂട്ടിയാണ് ഇതിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. അമ്പൂട്ടിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ സുമനസ്സുകൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനായ നമ്മുടെ ഉദ്ഘാടകൻ ശ്യാമപ്രസാദ് സാറും നമുക്കെല്ലാം പ്രിയപ്പെട്ട മൂർത്തി സാർ, ഗ്രേസി ചേച്ചി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാടക പ്രേമികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും മനസ്സിൽ സ്നേഹത്തോടെ കൊണ്ടു നടന്ന നമ്മുടെ എല്ലാം നാടക രംഗത്ത് നമ്മളെല്ലാം ഒരു ഗുരുവിനെ പോലെ ഞങ്ങൾ കണ്ടിരുന്ന സുധാകരൻ സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നിമിഷത്തിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാതെ കടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു. ഈ ഞായറാഴ്ച രാവിലെ 10 മണി എന്ന് പറയുന്നത് ഒരു അവധി ദിവസം എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. എങ്കിൽ പോലും നാടകത്തെ സ്നേഹിക്കുന്ന അതിനോട് സ്നേഹമുള്ള കുറച്ച് പേരാണ് കൂടിയിട്ടുള്ളത്. എണ്ണത്തിൽ കുറവാണെങ്കിലും ഇത് നിറഞ്ഞ സദസ്സായി തന്നെ ഞാൻ മനസ്സിൽ കാണും. സ്വാരസ് സാറ് ഇങ്ങനൊരു നാടകം ചെയ്യണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലമാണ് ഈ നാടകം. അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹം നാടകത്തിന് വേണ്ടി തൊഴിൽ ഉപേക്ഷിച്ചു, ആ നാട്ടിലും വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തായി, അദ്ദേഹം വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നും അദ്ദേഹം നിറഞ്ഞ ചിരിയോടെ സഹകരിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രായത്തിൽ വളരെ ജൂനിയറായ ഞങ്ങളോടൊപ്പം വന്നിരുന്ന തമാശ പറഞ്ഞു, നാടകത്തെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങളോടൊപ്പം അമച്വർ നാടകങ്ങൾ കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ആഗ്രഹം നമ്മളെപ്പോഴും ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. റജി സൈൻ വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിലൂടെയാണ് ഞാൻ ശരിക്കും സുധാകരൻ സാറിനെ അടുത്ത് പരിചയപ്പെടുന്നത്. 1993 4 മറ്റാണ്. അന്നു മുതലുള്ള അടങ്ങാത്ത സ്നേഹവും അടുപ്പവുമാണ് ഞങ്ങളുടെ ടീമിന് മൊത്തം അദ്ദേഹവുമായിട്ടുള്ളത്. അതിനുശേഷം പല അവസരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് നാടകം ചെയ്തിട്ടുണ്ട്. ഈ നാടകം, അദ്ദേഹത്തിൻ്റെ ജീവാംശമുള്ള ഈ നാടകം അദ്ദേഹത്തിന് വേദിയിൽ അവതരിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കോവിഡൊക്കെ ആയതുകൊണ്ട് നടക്കില്ല, ഒരിക്കലും അത് നടക്കില്ല എന്ന ഒരു ദുഃഖ സത്യം എന്നോട് പേഴ്സണലായിട്ട് പറയുമ്പോഴാണ് ഞാൻ ശ്രീ സന്തോഷ് രാജശേഖരനെ കൂടെ വിളിച്ചുകൊണ്ട് റീഡേഴ്സ് ഡ്രാമ എന്ന കോൺസെപ്റ്റിലൂടെ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട നടന്മാർ മേക്കപ്പിട്ട് വേഷമിട്ട് പിന്നെ മ്യൂസിക്കിൻ്റെ സഹായത്തോടെ ലൈറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ആ നാടകം അരങ്ങിലെത്തിക്കുകയായിരുന്നു. അത് കണ്ട ധാരാളം പേരോട് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായി ഞാൻ പറയുമ്പോൾ അത് തൊട്ടറിയാൻ സാധിക്കും, അതിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയമസഭയിൽ വരെ വളരെ ഭംഗിയായി നമുക്ക് നിയമസഭാ ഹാളിലും നമുക്ക് നന്നായി അവതരിപ്പിക്കാൻ പറ്റി. ആ നാടകം 5ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ സുധാകരൻ സാർ നമ്മളെ വിട്ടുപിരിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മ സുരസ്കനായി നിന്നുകൊണ്ട് ഞാൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയ കലാകാരൻ, സംവിധായകൻ, ദേശീയ അവാർഡ് ജേതാവ് നമ്മുടെ ശ്യാമപ്രസാദ് സാറിനെ ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും സൂര്യകൃഷ്ണമൂർത്തി സാറിനെ
പ്രഥമ പുരസ്കാരം ശിവാർത്ഥി പുരസ്കാരം കൈമാറുന്നതിനും സാധനം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുള്ള ബഹുമാനിലെ പ്രിയപ്പെട്ട നാടക സ്നേഹിതരെ, നാടക സംബന്ധിയായിട്ടുള്ള പരിപാടികളിൽ ഇതുപോലെ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടൊരു റോള് വഹിക്കുമ്പോൾ ഒരു ചെറിയൊരു കുറ്റബോധം കലർന്ന ഒരു മനസ്സാണ് എനിക്കുണ്ടാവാറുള്ളത്. ഒരു ഇമ്പോസ്റ്റർ ആണെന്നുള്ള തോന്നൽ എനിക്കുണ്ടാവും. ഒരു കപട വേഷക്കാരൻ. നാടക സ്കൂളിൽ ചിട്ടയായിട്ട് 3-4 വർഷം എടുത്തുകൊണ്ട് നാടകത്തെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും വളരെ ചുരുങ്ങിയ നാടക പ്രവർത്തനമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഡ്രാമ സ്കൂൾ കഴിഞ്ഞ ഉടനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെപ്പർട്ടറി തിയേറ്ററിന് വേണ്ടിയിട്ട് ആദ്യ 2 നാടകങ്ങൾ സംവിധാനം ചെയ്തത് ലോറ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഉയിർത്തെഴുന്നേൽപ്പ് എന്നുള്ള പിന്നീടുണ്ടായിട്ടുള്ള ഒരു ടെലിഫിലിമായി മാറിയ മോസ്കോ 1906. അങ്ങനെ വളരെ കുറച്ച് നാടക പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് ടെലിവിഷനിലേക്ക് ചേക്കേറുകയും തുടർന്ന് സിനിമയിലേക്ക് വരികയൊക്കെ ചെയ്തു. അത് തൊഴിലിന് വേണ്ടി മാത്രമാണ് ടെലിവിഷൻ സിനിമയിലൊക്കെ വന്നതെന്ന് പൂർണ്ണമായി പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാരണം ഈ മാധ്യമങ്ങളോടും എനിക്ക് അതിയായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു എക്സ്പ്രഷനുള്ള ഒരു ഡിസയർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നാടകവേദിയിലൂടെയുള്ള ഒരു എക്സ്പ്രഷനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടി ഉണ്ടായതുകൊണ്ടാവാം തുടർന്നുള്ള കാലങ്ങളിൽ നാടക പ്രവർത്തനത്തിനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുവെയും ഉണ്ടാവാതിരുന്നത്. ഏറ്റവും കറൻ്റായിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുള്ളതും ഇന്ത്യക്ക് വെളിയിലുള്ളതുമായിട്ടുള്ള പുതിയ ഡ്രമാറ്റിക് ലിറ്ററേച്ചർ പ്രൊഡക്ഷൻസ്, പുതിയ ടെക്നിക്കുകൾ, പുതിയ സംവിധായകരുടെ അപ്രോച്ചുകളെല്ലാം വളരെ ക്ലോസായി നിന്ന് കാണുകയും ഒക്കെ പഠിക്കുകയും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇന്നും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിനുള്ള കൂടുതൽ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ലോകമെമ്പാടുമുള്ള പുതിയൊരു തിയേറ്റർ മൂവ്മെൻറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളിൽ പലരെയും പോലെ നാടകത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ജീവിതം എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ഫീൽ ലൈക്ക് ആൻ ഇമ്പോസ്റ്റർ സ്റ്റാൻഡിങ് ബിഫോർ യു ആൻഡ് പ്രിസൈഡിങ് ഓവർ എ ഫങ്ഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീ സുധാകരൻ ശിവാർത്ഥിയെ പോലുള്ള നിസ്വാർത്ഥനായിട്ടുള്ളൊരു നാടക സ്നേഹിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ഒരു ദിവസത്തിൽ ജീവിതം മുഴുവൻ നാടകവും മറ്റ് കലകൾക്കും വേണ്ടി ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു നിസ്വാർത്ഥനായിട്ടുള്ള കലാസ്നേഹിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണമൂർത്തിക്ക് അവാർഡ് കൊടുക്കുന്ന ഈ ഒരു ദിവസത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകൾ ഇതൊക്കെയാണ്. ഒരു കലയോടുള്ള നമ്മളുടെ ഒരു ആസക്തി എന്ന് പറയുന്നത് അത് നൈസർഗികമായി നമ്മളുടെ ന്യൂറോളജിക്കൽ കോമ്പസിഷനിൽ നിന്നുണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാണ് ശ്രീ ശിവാർത്ഥിക്ക് നാടകം ചെയ്ത് തന്നെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് തോന്നിയത്? എന്തുകൊണ്ട് അദ്ദേഹം മറ്റ് കലകളിലേക്ക് പോയില്ല? കൂടുതൽ ലുക്രേറ്റീവായിട്ടുള്ള, കൂടുതൽ വരുമാനമുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂറോളജിക്കൽ കോമ്പസിഷൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിലവിൽ
തങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രകാശനത്തിനുള്ള അവസരം നമ്മുടെ സമൂഹത്തിൽ അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള അവസ്ഥ. അതിനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ്. വളരെ അമേച്വർ രീതിയിൽ കോളേജിലും മറ്റ് യുവസംഘടനകളിലൊക്കെ ചെയ്യുന്ന നാടകത്തിൻ്റെ ഒരു പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ലോകോത്തരമായിട്ടുള്ളൊരു കൃതി അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻസ് പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാവാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതിന് പറ്റിയ സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. വളരെ ഓബ്വിയസ് ആണ് റീസൺ. ഒരു വൃത്തിയുള്ള നാടകം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു രംഗവേദി ഇല്ല ടു ബിഗിൻ വിത്ത്. ഒരു പലവക കലാപരിപാടികൾ ചെയ്യാൻ പറ്റുന്ന സ്പേസസ് മാത്രമേ നമുക്കുള്ളൂ. ഐ എം ഷുവർ ഇന്നത്തെ കാലത്ത് പുറത്തൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. വിദേശ രാജ്യങ്ങളിൽ ഓരോ ചെറിയ ചെറിയ ടൗണുകളിലും ഒരു എക്സ്പാൻഡബിൾ ആയിട്ടുള്ള സ്പേസ്, തിയേറ്ററിന് പറ്റിയ സ്പേസ് അവിടെ ഉണ്ടാവും. അതാണ് വാസ്തവത്തിൽ തുടക്കം. സന്ദർഭവശാൽ പറയട്ടെ, ആ ഒരു ഏറ്റവും കോറായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ശ്രീ കൃഷ്ണമൂർത്തി തൻ്റെ ശ്രദ്ധ ആദ്യമായി പതിപ്പിച്ചത്. അദ്ദേഹം ധാരാളം തിരുവനന്തപുരത്തെയും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലെയും ഇന്ത്യയിലെ മറ്റു ഭാഗത്തും ലോകത്തെ മറ്റ് സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഒരു സ്പേസ് ഫോർ ആക്ടേഴ്സ് ടു റിഹേഴ്സ് പെർഫോം അത് ഉണ്ടാക്കിയെടുക്കുക, അതൊരു ഡൈനമിക് ആയിട്ടുള്ള സ്പേസായി മാറുക. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സമ്മേളനത്തിനെ പറ്റിയിട്ടുള്ള ഹാളുകളാണ് നമ്മുടെ നാടുകളിലുള്ളത്. ടാഗോർ തിയേറ്റർ എന്നൊക്കെ പറയുന്ന വളരെ വലിയ ഒരുപാട് മുതൽ മുടക്കുള്ള കേരളത്തിലെ പല നഗരങ്ങളിലുള്ള തിയേറ്ററിൻ്റെയൊക്കെ ഒരു കോൺസെപ്ച്വലായിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് അവിടെ നാടകം അവതരിപ്പിച്ചവർക്കറിയാം. ഒരു നാടക വിദ്യാർത്ഥി എന്ന രീതിയിൽ കേരളത്തിലെ മിക്ക ചെറു പട്ടണങ്ങളിലും നാടകം അഭിനയിച്ച ആളാണ്. അല്ലെങ്കിൽ എൻ്റെ നാടകം സംവിധാനം ചെയ്ത ഡ്രാമ സ്കൂളിലിരിക്കുമ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ സ്ഥലം മാത്രമേ അല്പമെങ്കിലും ടോളറബിൾ എന്ന് വിളിക്കാവുന്ന തിയേറ്റർ സ്പേസ് ഉള്ളൂ. അപ്പോൾ ഒരു നല്ല സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്സാഹത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വയം ചെലവ് ചെയ്ത്, ഞാൻ മനസ്സിലാക്കുന്നതാണ്, ചെയ്തുകൊണ്ട് നാടക കുതികൾക്ക് വേണ്ടി അങ്ങനെ സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ദൃശ്യകലയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പുതിയ കാര്യമാണ്. ഇറ്റ്സ് എൻ ഇൻവാല്യുബിൾ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദാറ്റ്. കാരണം ആ സ്പേസിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇൻ്റർനെറ്റിൽ ധാരാളം ലോകോത്തര തിയേറ്റർ ഗ്രൂപ്പുകളുടെയൊക്കെ നാടകാവതരണങ്ങളുടെ പ്രൊഡക്ഷൻ്റെയൊക്കെ വീഡിയോസൊക്കെ ലഭ്യമാണ്. നിങ്ങൾ ചെന്ന് കണ്ടാൽ മതി എങ്ങനെയാണ് ഇവർ സ്പേസിനെ ഒരു ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന. പ്രൊസീനിയം എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്തുള്ളൊരു തിയേറ്റർ നമുക്കില്ല. അരീന, ത്രസ്റ്റ്, അങ്ങനെ ധാരാളം തിയേറ്റർ സ്പേസ് ഉപയോഗിക്കാനുള്ള സാധ്യത പല വിശ്വോത്തര നാടകങ്ങളും അത്തരത്തിലുള്ള സാധ്യതയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ചെയ്യാൻ പറ്റുന്നില്ല. ശബ്ദ സംവിധാനം, മറ്റ് വെളിച്ചത്തിൻ്റെ സംവിധാനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സപ്പോർട്ടും കിട്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതുവരെയുള്ള ഒരു ഗവൺമെൻറ്റിന് പോലും അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കൾച്ചറിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള വലിയ ടർഫിൻ്റെ ഇതൊക്കെ വർഷാവർഷങ്ങളിൽ മാറ്റി ചെയ്യുന്ന ഒരു സമൂഹമാണ്. പക്ഷേ സമൂഹത്തെ ആഴത്തിൽ ബാധിക്കുന്ന സമകാലികമായിട്ടുള്ള കലയായിട്ടുള്ള നാടകവും സിനിമയും അത് ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ സമൂഹം, അത് നല്ല പ്രൊഡക്ഷൻസ് അതിൽ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ള ചിന്തയേ ഉണ്ടായിട്ടില്ല.
അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് വാസ്തവത്തിൽ നിങ്ങളെപ്പോലുള്ള അമച്വറും സെമി പ്രൊഫഷണലും ഒക്കെ ആയിട്ടുള്ള നാടക പ്രവർത്തകർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഐക്കണാണ്. ഇപ്പോൾ ഈ പറഞ്ഞ് കേട്ടിടത്തോളം എനിക്ക് ശ്രീ ശിവാർത്ഥിയെ നേരിട്ട് പരിചയമില്ല. അങ്ങനെയുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു ഐക്കണായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ശ്രീ ശിവാർത്ഥിയെ കാണുന്നത്. അതിൽ പ്രചോദിതരായിട്ടുള്ള ഒരുപാട് യുവ നാടക പ്രവർത്തകർ ഇന്ന് നാടക വായനയിലൂടെ, നാടക അവതരണങ്ങളിലൂടെ, ഈ നാടക വായന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്ലേ റീഡിംഗ് എന്നുള്ളത് ഒരു നല്ല പ്രോസസ്സാണ്. കാരണം പലപ്പോഴും ഒരു നാടകം മുഴുവനായിട്ട് അവതരിപ്പിക്കാനുള്ള സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ നാടകത്തിൻ്റെ ഒരു കേന്ദ്രാശയം, ആ നാടകത്തിൻ്റെ ഒരു എനർജി, അതിൻ്റെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആളുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രീതിയാണ് പ്ലേ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടാവട്ടെ. അതിന് ഇതുപോലുള്ള കൂട്ടായ്മകൾ അതിനുള്ളൊരു അരങ്ങൊരുക്കട്ടെ. ശ്രീ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എന്നും അത്ഭുതത്തോടുകൂടി കാണുന്നൊരു മനുഷ്യനാണ്. ഞാൻ തിരുവനന്തപുരത്ത് 1983 മറ്റാണ് വരുന്നത് ദൂരദർശൻ്റെ ഭാഗമായിട്ട്. അന്ന് മുതൽ എനിക്ക് പരിചയമുണ്ട്. അന്ന് ഈ ഇൻ്റർനെറ്റിനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കലാകാരന്മാരെയും തിരുവനന്തപുരത്തെ അരങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഹിമാലയൻ ടാസ്ക്. അൺബിലീവബിളാണ്. ഐ എം ഷുവർ അദ്ദേഹത്തോടൊപ്പം സൂര്യയിലെ മറ്റ് സഹപ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ദൂരദർശനിൽ എനിക്ക് പ്രത്യേകിച്ചും അദ്ദേഹത്തോട് കടപ്പാടുള്ളത് നിരവധി ദേശീയ കലാകാരന്മാർ, സംവിധായകർ, നടന്മാർ, മറ്റ് സംഗീതജ്ഞർ ഇവരൊക്കെ വരുമ്പോൾ ദൂരദർശനിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുക്കി തരുന്ന ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഫീഡർ ആയിരുന്നു. ദൂരദർശന് പോലും ചെയ്യാൻ പറ്റാത്തത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അപ്പാരറ്റസ്, അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം വളരെ ഈസിയായി വർഷാവർഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സാധാരണ ഒരു കലാകാരൻ കൂടിയായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ളൊരു പ്രത്യേക സ്പേസ് ഉണ്ടാവുകയും അവരവരുടെ ഒരു ക്രിയേറ്റീവ് ഡെവലപ്മെൻറ്റിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ്. നേരെ മറിച്ച് അദ്ദേഹം ബ്രോഡായിട്ട് ഒരു വിഷ്വൽ ആർട്ടിൻ്റെയും പെർഫോമിംഗ് ആർട്സിൻ്റെയും ഒരു സംസ്കാരം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതാണ്. ഈ കലയൊക്കെ, നവീന കലയുടെയൊക്കെ ആവശ്യം എന്താണ്? അത് സമൂഹത്തിൽ അതുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് ആണ് അതിൽ വാല്യൂബിൾ. പല കലാകാരന്മാരും, വലിയ പ്രശസ്തരായ കലാകാരന്മാരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ കലയുടെ പ്രയോജനം എന്താണെന്ന്. ഇന്നും അത് ചോദിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്നത്തെ മനുഷ്യരായി മാറിയത് കാളിദാസനിലും ടോൾസ്റ്റോയിലൂടെയും ടാഗോറിലൂടെയും MT വാസുദേവൻ നായരിലൂടെ ഒക്കെയാണ്. ചെറിയ ചെറിയ അനക്കങ്ങളിലൂടെ നമ്മൾ സംസ്കൃത ചിത്തരായത് അവരിലൂടെയൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഇവല്യൂഷൻ നമ്മളുടെ കോണ്ടംപററി സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ള പ്രധാനമാണ്. അത്തരത്തിലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട നിർണായകമായൊരു ജോലിയാണ് നിസ്വാർത്ഥമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ശ്രീ കൃഷ്ണമൂർത്തി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് എനിക്ക് വലിയ വലിയ ആദരവുണ്ട്, സ്നേഹമുണ്ട്. വ്യക്തിപരമായി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ മറ്റ് പല സാഹചര്യം കൊണ്ടും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ശ്രീ കൃഷ്ണമൂർത്തിക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരത്തിൻ്റെ ഭാഗമായി ഞാൻ ആ വേദിയിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അഭിമാനവും സന്തോഷവുമാണെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഇതുപോലുള്ളൊരു വളരെ ഉദാത്തമായ, വളരെ ഉദ്ദേശശുദ്ധിയുള്ള, നിസ്വാർത്ഥമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഇതിൻ്റെ പ്രവർത്തകർക്കെല്ലാം ആശംസകൾ, നന്ദി. ശ്രീ കൃഷ്ണമൂർത്തിക്ക് തുടർന്നുമുള്ള കലാപ്രവർത്തനത്തിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം.
വേദിയിലെയും സദസ്സിലെയും സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ശ്യാമപ്രസാദും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാമപ്രസാദും ഇതിൻ്റെ ഭാരവാഹികളും എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക്, അത് പറയാൻ തോന്നിയ നല്ല മനസ്സുകൾക്ക് ഒക്കെ നന്ദി പറയുന്നു. വീരപാണ്ഡ്യ കട്ടപ്പമ്മനായും കപ്പലോട്ടിയ തമിഴനായും ദുര്യോധനായും രാവണനായും ഒക്കെ നിമിഷങ്ങൾക്കുള്ളിൽ വേഷപ്പകർച്ചയും ഭാവപ്പകർച്ചയും നൽകിയ ഒരു വലിയ കലാകാരൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. അഭിമാനപൂർവ്വം ഞാനത് ഏറ്റുവാങ്ങുന്നു. എല്ലാ അവാർഡുകൾ സ്വീകരിക്കുമ്പോഴും എനിക്ക് സ്വകാര്യമായ ഒരു ദുഃഖമുണ്ട്. അത് എൻ്റെ ചെറുപ്രായത്തിൽ ഈ കലാരംഗത്തേക്ക് ഏതൊരു കലാകാരനും അല്ലെങ്കിൽ കലാപ്രവർത്തകനും വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളത്. അവരുടെ മകൻ ഒരു പുരസ്കാരം വാങ്ങുന്നത് അവർ കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഈ ലോകത്ത് നിന്ന് അവർ വിട പറഞ്ഞു. അവർ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നാൽപ്പത്തേഴ് കൊല്ലം എന്നോടൊപ്പം പ്രവർത്തിച്ച സൂര്യയുടെ പ്രവർത്തകർ, 47 കൊല്ലം അല്ലെങ്കിൽ 49 കൊല്ലം, സൂര്യയ്ക്ക് മുന്നേ ഞാൻ നാടക പ്രവർത്തനം തുടങ്ങിയതാണ്. 49 കൊല്ലം എന്നോടൊപ്പം പ്രവർത്തിച്ച നാടക പ്രവർത്തകരെ ഞാൻ ഓർക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ ഓർക്കുന്നു. ഈ സന്തോഷത്തോടെ ഈ അവാർഡ് സ്വീകരിക്കുകയും ചെയ്യും. സുധാകരൻ ശിവാർത്ഥി ഒരു പുതിയ മേഖലയാണ് നമുക്ക് വെട്ടിത്തുറന്ന് തന്നിട്ടുള്ളത്. ഒരു നാടകം അവതരിപ്പിക്കാൻ വേദിയില്ല എന്നൊരു പരാതി നമുക്കിനി പറയാനാവില്ല. അവതരിപ്പിക്കാനുള്ള പണമില്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഇന്ന് തന്നെ 3 പേർ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ആ 3 പേരുടെ എന്തൊരു കഴിവാണ് അവർക്ക്. ആ വോയിസ് അണ്ടുലേഷൻസ്, ഇങ്ങനെ ഒരു പുതിയ വഴി തുറന്നു തന്ന ആളാണ് അദ്ദേഹം. ഞാൻ സന്തോഷിക്കുന്നത് സുധാകരൻ ശിവാർത്ഥിയും എൻ്റെ അച്ഛനും അമ്മയും ഇത് സ്വർഗത്തിലിരുന്ന് കാണുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം, ഒരു ചെറിയ കഥ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു. നല്ല കളിക്കാരനാണ്. അയാൾ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഹീസ് ദ ബെസ്റ്റ്. ആരുടെ കൂടെ കളിച്ചാലും പ്രാക്ടീസ് മാച്ചസിന് ഹീസ് ദ ബെസ്റ്റ്. ടൂർണമെൻറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കളി കാണാൻ കൊണ്ടുവരും. കളി കാണാൻ കൊണ്ടുവന്നിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ആ 22 പേരിൽ 11 അങ്ങനെ 22 പേരിൽ ഏറ്റവും മോശപ്പെട്ട കളിക്കാരനായി അദ്ദേഹം ശരിക്കുള്ള ടൂർണമെൻറ്റ് സമയത്ത് മാറും. എന്നും ഇദ്ദേഹത്തിൻ്റെ പാളിച്ച കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുകയും ചെയ്യും. ഒരിക്കലും ഇദ്ദേഹം ടൂർണമെൻറ്റിൽ നേരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതേസമയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹീസ് ദ ബെസ്റ്റ് ഓൾവേസ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ആരും ചോദിച്ചിട്ടുമില്ല. എല്ലാ പഴിയും അദ്ദേഹം കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരു ടൂർണമെൻറ്റ് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇല്ലാതെയാണ് വന്നത്. അച്ഛൻ വന്നില്ല കൂടെ. അന്ന് അദ്ദേഹം വളരെ നന്നായിട്ട് കളിച്ചു. അന്ന് ആ ടീം ജയിക്കുകയും ചെയ്തു. ആ ജയത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ പത്രക്കാരും ആളുകളും എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തു. അത്രയ്ക്ക് അദ്ദേഹത്തിന് ആൾക്കാർ പൂഴ്ത്തിക്കൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഈ ആളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛൻ വരാത്തത് കൊണ്ടാണ് ഇന്ന് നല്ലതായിട്ട് കളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ അന്ധനായിരുന്നു, കളി കാണുന്നില്ലായിരുന്നു. അച്ഛൻ മെനഞ്ഞാന്ന് മരിച്ചു. ഇന്ന് അദ്ദേഹം കളി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കളിച്ചത്. ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെയും അമ്മയും സുധാകരൻ ശിവാർത്ഥിയെയും ഈ കഥയുമായി ബന്ധപ്പെട്ട് ഓർത്തുപോയി. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രകാശ്,
സാംസ്കാരിക ഭാരതത്തിൻ്റെ അഭിമാനമായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അവർക്കും സംവിധാന കലയുടെ മറ്റൊരു മുഖമായ വേറിട്ട മുഖമായ ശ്രീ ശ്യാമപ്രസാദ്, അനുഗ്രഹീത കലാകാരിയായ ശ്രീമതി ഗ്രേസി, അമ്പൂട്ടി, സന്തോഷ് രാജശേഖരൻ, ജോബി, ഇവിടെ ഇരിക്കുന്ന നാടകപ്രണയികളായ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹപൂർവകമായ നമസ്കാരം. ഇന്ന് നമ്മൾ സ്മരിക്കുന്നത് ശ്രീ സുധാകർ ശിവാർത്ഥി എന്ന അതുല്യ കലാകാരനെയാണ്. അദ്ദേഹത്തിൻ്റെ നടചരിതം എന്ന ഈ കലാരൂപം ഇതേ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരുക്കിയിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിലിരുന്ന് ഞാനത് ആദ്യാവസാനം കണ്ടു. അപ്പോൾ രംഗത്ത് ഇതേപോലെ കുറച്ച് കസേരകളും മൈക്കും കുറച്ച് മങ്ങിയ വെട്ടവും എല്ലാം കൂടി കണ്ടിട്ട് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പലർക്കും അതേപോലെ എനിക്കും തോന്നിയിരുന്നു. പക്ഷേ നാടകത്തിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴക്കമുള്ള പ്രതിധ്വനികളുള്ള ആ ശബ്ദവും ഒപ്പം അഭിനയിച്ച ശബ്ദം പകർന്ന മറ്റ് നടന്മാരും, ശ്രീമതി ഗ്രേസി, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ റോൾ ചെയ്ത ഗ്രേസിയും എല്ലാം ഒരു വലിയ മാസ്മരികമായ വിസ്മയം തീർക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ ഏറാനാവുന്ന കണ്ടു. എന്തിന്, ഒരു ചെറിയ ശകലം ഇവിടെ അരങ്ങേറിയപ്പോൾ തന്നെ എൻ്റെ ഉൾപ്പെടെ പലരുടെയും കണ്ണുകൾ ഏറാനായി. കാരണം അത് ജീവിതഗന്ധിയാണ്, ജീവിതബന്ധിയാണ്. ആ കലാകാരനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിനകത്ത് നിർവചനാതീതമായ ഒരു ഔചിത്യമുണ്ട്, നിർവചനാതീതമായ ഒരു നിയോഗവും. കാരണം ഈ പ്രകൃതിയിൽ ആദ്യമുണ്ടായത് ശബ്ദവും വെളിച്ചവും ആണ് എന്നാണല്ലോ പറയുന്നത്. ഈ ശബ്ദത്തിൻ്റെ വിസ്മയ സാധ്യതകളാണ് ഇവർ രണ്ടുപേരും നമ്മുടെ മുമ്പിൽ തെളിയിച്ചതും നമ്മളെ ഹഠാത് ആകർഷിക്കുന്ന മട്ടിൽ അവതരിപ്പിച്ചതും. അദ്ദേഹത്തിൻ്റെ ഈ നാടകത്തിൽ ഒരുപാട് പണം മുടക്കി നടത്തുന്ന, സ്റ്റേജിൽ വേഷപ്പകർച്ചയോടെ വർണ്ണവിധാനങ്ങളോടെ നടത്തുന്ന പ്രകടനങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ജ്വലനാത്മകമായിരുന്നു ആ അവതരണം. അതുതന്നെയാണ് ശ്രീ കൃഷ്ണമൂർത്തി സാറും നിഴലും വെളിച്ചവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വിസ്മയാതീതമായി നമ്മളെ വികാരാധീനരാക്കും വിധം അവതരിപ്പിച്ചു. അതുകൊണ്ട് സമർഹമായ കരങ്ങളിലാണ് ആദ്യത്തെ അവാർഡ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്വർഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാനും പലപ്പോഴും ഓർക്കാറുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം ഇപ്പോൾ മുഴുവൻ സദസ്സും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു കലാരൂപത്തിന് വീണ്ടും ഒരു ആവിഷ്കാരം. വേദിയിലെ സ്ക്രീനിൽ ശ്രീ സുധാകർ ശിവാർത്ഥി നിറഞ്ഞു നിൽക്കുന്നു. എനിക്കൊരു ചെറിയ ഒരു പരിമിതി തോന്നിയത് അദ്ദേഹത്തിൻ്റെ ശബ്ദം, ഇതിൽ വന്ന ശബ്ദം അത്രയും പൂർണ്ണതയോടെ കിട്ടിയില്ല അല്ലേ? കാരണം ഇവിടെ മുഴങ്ങിയ ശബ്ദമാണ് എല്ലാവരുടെയും. ആ പൂർണ്ണത എന്തുകൊണ്ടും സാങ്കേതികമായ കാരണങ്ങളാൽ ലഭിക്കാതെ പോയി. എങ്കിലും നാടകത്തിൻ്റെ വളരെ തിരക്ക് കുറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച ആളാണ് അദ്ദേഹം. അഭിനയത്തിൻ്റെ, കലയുടെ അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്തു കൂടി സഞ്ചരിച്ച ആളാണ് അദ്ദേഹം. ചില ഈ പുരുഷായുസിൽ പലതരത്തിലാണ് ആളുകളെ ഭാഗ്യം കടാക്ഷിക്കുക. ചിലർക്ക് ചെറുപ്പത്തിലെ പ്രശസ്തി വരും, അംഗീകാരം വരും. ചിലർക്ക് മധ്യവയസ്സോടെ തീരും. അപ്പോൾ എഴുത്തുകാർക്കും അങ്ങനെയുണ്ട്.
ഒരു ഘട്ടമായപ്പോൾ സുഗതമായ ടീച്ചർ എഴുതിയല്ലോ, ഇനി മനസ്സിൽ കവിതയില്ല, പൂവില്ല, തളിരില്ല എന്നൊക്കെ. ചിലർക്ക് വാർദ്ധക്യത്തിലായിരിക്കും. എനിക്ക് തോന്നുന്നത് ശ്രീ സുധാകരൻ ശിവാർത്തിക്ക് മരണാനന്തരമാണ് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ജ്വാല പടർന്നത്. ഇനിയിപ്പോൾ നിരവധി വേദികളിൽ ഈ നാടകം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ നാടകത്തിൻ്റെ സാധ്യതകൾ, ആ ശബ്ദത്തിൻ്റെ സാധ്യതകൾ, ശബ്ദം വളരെ വളരെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഉപാധിയാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആകാശവാണിയിലെ അനൗൺസറായിട്ടാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ സാധ്യതകൾ നിരവധിയാണ്. ആകാശവാണി നാടകങ്ങളും ഇതേപോലെയാണ്. നിങ്ങളുടെ നീല ഷർട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അയാളിട്ടിരിക്കുന്നത് നീലയാണ്, നീല ഷർട്ടാണ് എന്നറിയുകയുള്ളൂ. അപ്പോൾ ഈ നാടകം വീണ്ടും വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ശ്രീ സുധാകർ ശിവാർത്തി പുനർജനി സദസ്സിലിരിക്കുന്ന ബഹുമാനീയരെ, പ്രത്യേകിച്ച് സൂര്യകൃഷ്ണമൂർത്തി സാർ, ശ്യാം സാർ, മറ്റ് എല്ലാ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രകാശിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് സാറിനെ ഓർക്കാൻ ഒരുപാടൊന്നുമില്ല. ആദ്യമായിട്ട് ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഈ ഒറ്റ പ്ലേയിൽ മാത്രമാണ്. ഒരു ഇത്രയും വലിയ നടൻ അടുത്തിരുന്ന് ഈ സംഭാഷണം പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന നമുക്കുണ്ടാകുന്ന ആ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു നടനായിട്ടും അദ്ദേഹം വേണ്ടത്ര രീതിയിൽ അറിയപ്പെടാതെ പോയോ എനിക്കൊരു സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എത്തിയില്ല. നമ്മൾ സിനിമയിലൊക്കെ തിലകൻ ചേട്ടനെ കാണുന്നത് പോലെ നാടകത്തിലെ ഒരു തിലകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാം. പക്ഷേ എത്താതെ പോയി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുധാകര സാറ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് എൻ്റെ കൂടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ എവിടെ പോയാലും എന്നെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. 18 വർഷത്തെ പരിചയമുണ്ട്. സാറിൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഒന്ന് ചിദംബരത്ത് പോവുക, ഒന്ന് തഞ്ചാവൂർ പോവുക. ഒരുപാട് പ്രാവശ്യം അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തുവെങ്കിലും അത് നടന്നില്ല. ഒന്ന് സാമ്പത്തിക വിഷയം തന്നെയാണ്. അതിനുവേണ്ടി സതിച്ചേട്ടനുള്ള ഇംഗ്ലണ്ടിലുള്ള ഒരാൾ 14,000 രൂപ പുള്ളിയുടെ കയ്യിൽ കൊടുത്തു. ആ വിഷമം വേണ്ട, ഒന്ന് പോയിട്ട് പോകാം, അപ്പോൾ എന്നെയും കൂട്ടി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എല്ലാം തീരുമാനിച്ചു. പക്ഷേ സാറിൻ്റെ സ്വഭാവം കയ്യിൽ പൈസ വെച്ചുകൊണ്ട് ഇല്ല എന്ന് പറയില്ല. 1-2 പേരെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ചോദിച്ചു, അന്ന് കൊടുത്തു. പിന്നെ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാർ എഴുതിയ നാടകം ഒന്ന് പ്രൊഫഷണൽ നാടകമാക്കി കാണണമെന്ന്. അതിലൊരു വേഷം എനിക്കും പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ നാടകം എഴുതിയപ്പോൾ ആദ്യം വായിച്ച് കേട്ടത് ഞാനാണ്. എൻ്റെ വണ്ടിയിൽ വെച്ചാണ്. സാറിൻ്റെ വീട്ടിൽ വെച്ച് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവച്ചാണ് സാർ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സാർ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സാറിൻ്റെ കുടുംബമായിട്ടും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. സാർ എപ്പോഴും നാടകത്തിൽ പറയും പോലെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി, പക്ഷേ നാടകവേദിയിലും നാടക സ്റ്റേജിലും ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞതാണ് സാറിൻ്റെ അവസാന വാക്കായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ചന്ദ്രബാനു, സദസ്സിലുള്ള ബഹുമാന്യരെ, ഇവിടെ സംസാരിച്ച എല്ലാവരും തന്നെ റീഡേഴ്സ് ഡ്രാമ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു എന്ന് പറയുമ്പോഴും
ശ്രീ ചിത്രഭാനു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് സ്റ്റേജിൽ നാടകമായി അവതരിപ്പിച്ച് കാണണമെന്നുള്ളത്. അദ്ദേഹം പ്രൊഫഷണൽ നാടകമായി അവതരിപ്പിച്ച് കാണണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഉണ്ടായിരിക്കാം. അത് പ്രൊഫഷണൽ നാടകവുമായി ബന്ധപ്പെട്ട ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഈ നടചരിതം ടീമിൻ്റെ ഒരു ആഗ്രഹം ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഈ നടചരിതം എന്ന നാടകം ഒരു സ്റ്റേജിൽ മാത്രം ഒതുക്കാതെ ഒരു വലിയ ക്യാൻവാസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അവതരിപ്പിക്കണം, അദ്ദേഹത്തിന് വേണ്ടി അവതരിപ്പിക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി കൃഷ്ണമൂർത്തി സാറും ശ്യാമപ്രസാദ് സാറും അതുപോലെ സദസ്സിലുള്ള നാടക പ്രവർത്തകരുടെ ഒക്കെ ഒരു കൂട്ടായ്മയോടുകൂടി അവതരിപ്പിക്കാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടക്കുന്നു. അതിൻ്റെ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. വേദി ഇന്ന് ആദരിക്കപ്പെട്ട കൃഷ്ണമൂർത്തി സാർ, ഒപ്പം നമ്മുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. കൃഷ്ണമൂർത്തി സാറിന് നന്ദി പറയുന്നു. ശ്യാമപ്രസാദ് സാർ, അദ്ദേഹത്തിന് ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. സുദർശൻ സാറിന് നന്ദി അറിയിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ ഗ്രേസി ചേച്ചിക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ നാടകത്തിൻ്റെ ഈ നടചരിതം റീഡേഴ്സ് ഡ്രാമ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് കലാകാരന്മാരുണ്ട്. അന്ന് രംഗമൊരുക്കിയത് സനലാണ്. സനലിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രകാശ ക്രമീകരണം മനോഹരമായി നിർവഹിച്ചത് റജി സൈനാണ്. റജി സൈനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. സംഗീത സംവിധാനം ഒരുക്കിയത് മൈം കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിനും അത് സംഗീതം നിയന്ത്രിച്ച സനലിൻ്റെ മകൻ സായി കിരൺ, കാർത്തിക്, ഇവർക്കും നന്ദി അറിയിക്കുന്നു. മനോഹരമായി ചമയം വേഗപ്പെട്ട് ഞങ്ങളുടെയൊക്കെ മുഖം ഇത്തിരി മനോഹരമാക്കി തന്ന സുമ ഇവിടെ ഉണ്ട്. സുമയ്ക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് ഈ വേദിയിൽ വരാത്ത അന്നത്തെ നാടക പ്രവർത്തകരായ നാടകം അവതരിപ്പിച്ച അഭിനേതാക്കളായ ഡോക്ടർ ജനാർദ്ദൻ, അഖിലേഷ്, അനിൽ നെടുങ്ങോട്, സന്തോഷ് രാജശേഖരൻ, പിന്നെ ദേവനന്ദിനി, ഉപരി സാറിന് ശേഷം ഞങ്ങളുടെ എല്ലാം കാരണവരായി ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന, സഹായിക്കുന്ന ഒരു കാരണവരെ പോലുള്ള കൃഷ്ണൻ നായർ ചേട്ടൻ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ സഹൃദയരായ കലാസ്നേഹികളായ നാടകസ്നേഹികളായ സുധാകരൻ സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗം രാവണൻ, ത്രൈലോക്യവിജയി രാവണൻ, ഇന്ദ്രവരുണ കുബേരന്മാരെ ജയിച്ചവൻ രാവണൻ. മനോഹരിയായ ലങ്കയും അതുല്യമായ പുഷ്പകവും നേടിയവൻ രാവണൻ. നിന്റെ ബാഹുബലി രാവണ, സ്വന്തം വയറ് പിളർന്ന് കുടൽമാരകൾ തന്ത്രികളാക്കി വീരമീട്ടിയ നിന്റെ ഇച്ഛാശക്തിയുടെ വിധി, എല്ലാം വിധി. ആ മനുഷ്യകുമാരൻ നാരായണനാണെന്ന് എല്ലാവരും പറയും. എങ്കിൽ നാളെ
രാവണൻ ജയിച്ചാൽ വീണ്ടും മുപ്പാലും രാവണ രാജ്യം. രാവണൻ ഈ മുപ്പാലിൽ അധിപതി വീണ്ടും. അതല്ല, മറിച്ച് രണ്ടുപേരും കയറുക. ശബ്ദമുണ്ടാക്കരുത്. ഉച്ചയ്ക്ക് കഞ്ഞി കൂടി കഴിഞ്ഞിട്ടുള്ള ഉറക്കമാണ്. സ്വപ്നത്തിന് പണ്ട് അഭിനയിച്ച ഏതോ കഥാപാത്രമായിട്ട് മാറിയതാണ്. ജീവിതകാലം മുഴുവൻ ഉത്സവപ്പറമ്പുകളിൽ നാടകം കളിച്ച് നടന്ന ആളല്ലേ. ഉറക്കം ഒരുപാട് കുടിശ്ശിയുണ്ടാവും. ഞാൻ വിളിച്ചുണർത്താം. വിളിച്ചുണർത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരുമോ അങ്കിൾ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ ബഹുദൂരം വന്നു വിട്ടു. നട്ടുവരും വ്യാഴത്തതാകെ അടിക്കണേ. எங்களோட வயலுக்கு வந்தாயா, ஏற்றம் விளைத்தாயா, நீர்ப்பாய்ச்சி நடுவயல் நிறைய கண்டாயா, நத்து நட்டாயா, களை பறித்தாயா, கலை வாழ் உழவுக்கு கஞ்சிக்கலையற்று வந்தாயா, அங்கு ஒத்தி விளையாடும் குலப்பெண்களுக்கு மஞ்சளை அரைத்து பயிர் வந்தாயா. ഇവർക്ക് ചേട്ടനെ കണ്ട് എന്തൊക്കെയോ സംസാരിക്കണോ? എന്നെയോ? എന്തിന്? അല്ല, അതിവരെ തന്നെ പറയും. പറയൂ സൂര്യ, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വരാം. ചേട്ടാ. ഓ, പരിപ്പുവട അത് പിന്നെ പറയണോ? ഉറപ്പല്ലേ എത്തും. വരൂ മകളെ. എന്താ? ഞങ്ങള് മലയാള നാടകം എന്ന വിഷയത്തില് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളാണ്. ഗവേഷണത്തിന്റെ ഭാഗമായി പഴയകാല നാടക കലാകാരന്മാരെ കണ്ട് സംസാരിച്ച് അവരുടെ നാടക അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും മനസ്സിലാക്കാൻ വന്നതാണ്. അയ്യോ, അതിന് ഞാൻ മതിയാവോ? ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയകാല നടന്മാരിൽ തീവ്രമായ നാടക അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഉള്ളയാൾ മാഷാണ്. അതുകൊണ്ട് മാഷിന്റെ അടുത്ത് വന്നത് ഞങ്ങള്. നാടകക്കാരന് യാതൊരു വിലയുമില്ലാത്ത നാടാണ് കേരളം. മറ്റെല്ലാ വിഭാഗം കലാകാരന്മാർക്കും സമൂഹത്തിൽ സ്ഥാനമുണ്ട്, നല്ല പ്രതിഫലവുമുണ്ട്. അവഗണിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. എന്നാലും ഞങ്ങൾക്കിത് ജീവനും ജീവിതവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആയുസ് ഇതിനു വേണ്ടി നൽകുന്നത്. എന്തായാലും ഗവേഷണക്കാരും നാടകക്കാരനെ അന്വേഷിച്ചു വന്നതിൽ അത്ഭുതവും സന്തോഷവും തോന്നുന്നു. പറഞ്ഞോളൂ, ഞാൻ എന്താണ് വേണ്ടത്? നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. അഭിമുഖം അല്ലേ? ഇതുവരെ ആരും അതിന് വന്നിട്ടില്ല. നാടകക്കാരന്റെ അഭിമുഖം ആർക്കു വേണം? അയ്യോ, അഭിമുഖമല്ല, ഗുരുശിഷ്യ സംവാദമായി അങ്ങ് കണ്ടാൽ മതി. എനിക്ക് സന്തോഷം. അല്ല, ഇത് ചെറിയൊരു ഒറ്റമുറി വീടാണല്ലോ. ഒരു ചായ്പ് കൂടിയുണ്ട്, പാചകം അവിടെയാണ്. സ്വന്തമായി ഇത് മാത്രമേ ഉള്ളൂ? ഈ വീട് എന്റെ സ്വന്തമല്ല. സ്വന്തമായ വീടോ ഭൂമിയോ ഇല്ലാത്ത നാടകക്കാരനാണ് ഞാൻ. ഈ വീട്ടിൽ മറ്റാരുമില്ലേ? മാഷ് ഒറ്റയ്ക്കാണോ? മറ്റാരുമില്ല, പക്ഷെ ഒറ്റയ്ക്കല്ല, ദൈവമുണ്ട് കൂടെ. പിന്നെ ഞാൻ അഭിനയിച്ച എന്റെ കഥാപാത്രങ്ങളും. കഥാപാത്രങ്ങളോ? അതെങ്ങനെ? കഥാപാത്രങ്ങൾ ഏകാന്തതയിൽ ഞാൻ അവരുമായി സംവദിക്കുന്നു. 9ാമത്തെ വയസ്സിൽ മോണോആക്ട് ചെയ്ത് കലാജീവിതം ആരംഭിച്ചു. 12ാമത്തെ വയസ്സിൽ സ്കൂൾ നാടകത്തിൽ വേഷമിട്ട് നാടക നടനായി. മാഷേ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങയുടെ ഈ നാടക പ്രവർത്തനങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടായിരുന്നോ? അശേഷമില്ലായിരുന്നു. നാടകം കളിക്കുന്നതിന് തല്ലും കിട്ടിയിട്ടുണ്ട്. ചില അധ്യാപകർ നല്ല പ്രോത്സാഹനം തന്നു. ഞാൻ നാടകം കളിക്കുന്ന എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ഉത്സവപ്പറമ്പിൽ ഞാൻ അറിയാതെ അമ്മ വന്നിരുന്ന നാടകം കാണും. ആ കാലമല്ലേ. അമ്മയ്ക്ക് മാത്രം ഇഷ്ടമായതുകൊണ്ട് കാര്യമില്ല, അമ്മ നിസ്സഹായല്ലേ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്കായത്? അത് ഒരു
60 വർഷം മുമ്പാണ്. അന്ന് ഞാൻ നാടകത്തിന് പോകാൻ വീട്ടിൽ നിന്നും ഒരുങ്ങി ഇറങ്ങി. പകലേ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ അച്ഛന്റെ വഴക്ക് മുഴുവൻ ഞാൻ കേൾക്കണം. നീ നാടകത്തിന് പോയി എന്നറിഞ്ഞാൽ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്റെ കുഞ്ഞെ, നീ നാടകത്തിന് പോകുന്നത് അച്ഛന് ഇഷ്ടമല്ല എന്ന് നിനക്കറിയാലോ. നിന്റെ ചേട്ടനും ഇഷ്ടമല്ല, അവനും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. നിനക്കിതൊന്നും നിർത്തിക്കൂടെടാ മക്കളെ. നാടകം കളിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്റെ അമ്മയ്ക്കല്ലേ എന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ, അതൊക്കെ ശരിയാ. നീ നാടകം കളിക്കുന്നത് എനിക്ക് ഇഷ്ടവുമാണ്. നിന്റെ നാടകം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. അച്ഛൻ പറയുന്നതും കാര്യമല്ലേ. നാടകം കൊണ്ട് നടന്നാ ജീവിക്കാൻ പറ്റുമോ? വരുമാനം വേണ്ടേടാ. ചെറിയ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടമ്മേ. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോ അത് കൂടി കൂടി വരും. ഒരു ഉറപ്പും ഇല്ലാത്ത പണിയല്ലേടാ. വല്ല PSC പരീക്ഷ എഴുതി സർക്കാർ ജോലിയിൽ കയറാൻ നോക്ക്. ഒരു ബ്ലേഡ് വാങ്ങിക്കാൻ പോലും നീ അച്ഛന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഭാവി ഓർത്തുള്ള വിഷമം കൊണ്ടാ അച്ഛൻ ഈ വഴക്കൊക്കെ പറയുന്നേ. ഓ ശരി ശരി, ഞാൻ എഴുതാം. പക്ഷേ ഞാൻ നാടകം നിർത്തിയില്ല. ഒരു 10 രൂപ. എന്റെ കയ്യിൽ എവിടെ നടാ കാശ്? അല്ല, എന്തിനാ ഇപ്പൊ 10 രൂപ? കയ്യിലൊന്നും ഇല്ലെന്നേ. വണ്ടിക്കൂലിക്കും പിന്നെ ഒരു സൂപ്പറിൽ പോയാൽ ചായ വേണമെങ്കിൽ കഴിക്കണ്ടേ. ഇതാ ഞാൻ പറഞ്ഞത്. വയസ്സ് 25 ഇപ്പോഴും ഒരാവശ്യത്തിന് നിന്റെ കയ്യിൽ കാശില്ല. അച്ഛനോ ഞാനോ തരണം. നിന്റെ ഭാവി ഓർത്ത് എനിക്ക് മനസ്സിൽ തീയ. നീ എങ്ങനെ ജീവിക്കും മക്കളെ? അമ്മ വിഷമിക്കാതെ. നാടകം കൊണ്ട് പല കുടുംബങ്ങളും ഇവിടെ ജീവിക്കുന്നു. അതുപോലെയൊക്കെ ഞാനും ഒന്ന് ജീവിക്കും. എനിക്ക് അത് മതിയല്ലേ. വലിയ മോഹങ്ങളൊന്നുമില്ല. നാടകക്കാരനായി അങ്ങ് ജീവിച്ചാൽ മതി. എനിക്ക് ഒരു 10 രൂപ തരാം. പക്ഷേ അതിനു മുമ്പ് ഇതൊന്ന് നോക്കിയേ. സ്വർണ്ണമാലയോ? ആ, ഇതെവിടെ തമ്മേ? ഇതേ ഞാൻ പണിയിപ്പിച്ചതാ നമ്മുടെ ഗോപാല പണിക്കിനെ കൊണ്ട്. കുഞ്ഞുമക്കൾക്കോ അതമ്മയ്ക്കല്ലേ? അല്ലടാ, ഇത് നിനക്കാ. എനിക്കോ? അതേടാ മക്കളെ, നിനക്കേ സ്വർണ്ണമാല ഇടാൻ കൊതിയാണെന്ന് അമ്മയ്ക്ക് അറിയാം. രാജന്റെ മാല അവൻ കാണാതെ എടുത്തിട്ടോണ്ട് നീ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവൻ നിന്നെ വഴക്ക് പറയുന്നതും ഞാൻ കാണുന്നുണ്ട്. ഇത് മക്കൾ കഴുത്തിലിട്ടോ. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാ. ഇത് അമ്മയുടെ മനസ്സാ. എന്നും കഴുത്തിൽ തന്നെ കിടക്കണം കേട്ടോ. ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വന്നാലും പണയം വെക്കോ വിൽക്കുകയോ ചെയ്യരുത്. ഇല്ല, പിച്ച തല്ലേണ്ടി വന്നാലും ഈ മാല കഴുത്തിലിട്ടോണ്ട് തരും. അമ്മാ 10 രൂപ. ഇവന്റെ ഒരു കാര്യം. 10 രൂപ ഇനി ചോദിക്കരുത്, ഞാൻ തരത്തില്ല. കൊടുക്കരുത്. നീ എങ്ങോട്ടാ? നാടകം കളിക്കാൻ പോകും. പറ്റില്ല. ഈ വീട്ടിലൊരു നാടകക്കാരൻ വേണ്ട. കേറി പോടാകത്ത്. ചേട്ടൻ പറയുന്ന കാര്യങ്ങളിൽ അനുസരിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ഈ കാര്യം പറ്റില്ല. എങ്കിൽ പോണ വഴിക്ക് അങ്ങ് പൊക്കോണം. തിരിച്ചിങ്ങോട്ട് വരരുത്. അതും പറ്റില്ല. തിരിച്ചിങ്ങോട്ട് തന്നെ വരികയും ചെയ്യും. എന്റെ കൂടെ വീടല്ലേ. എങ്കിൽ നീ പോവില്ലടാ. ഞാൻ പോകില്ല. തിരിച്ചിവിടെ തന്നെ വരികയും ചെയ്യും. ആഹാ, നീ അടി വാങ്ങി. നടക്കില്ല ചേട്ടാ. കുഞ്ഞുനാൾ പോലെ നിങ്ങളൊക്കെ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. എന്തിനാ തല്ലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇനി നടക്കില്ല. എന്താ തല്ലിയ? നീ തിരിച്ചു തല്ലുമോ? ഒരിക്കലുമില്ല. പക്ഷേ എന്റെ ദേഹത്ത് അടിവീഴാതെ നോക്കാൻ പറ്റും. ആഹാ, എങ്കിൽ അവന്ന് കാണണം. നാടകം കളിക്കും. തമ്മി തല്ലാനും തുടങ്ങിയോ ഈ വീട്ടില്? എന്താണ് ഇവിടെ? പുറത്തു നിന്നപ്പോ ഞാൻ ഒരു ബഹളം കേട്ടല്ലോ. നീ എന്തിനാടി കരയുന്നേ? രാജാ, എന്താ പ്രശ്നം? കണ്ടില്ലേ അച്ഛാ, അമ്മയുടെ കയ്യിൽ നിന്ന് ചെലവ് കാശം വാങ്ങിച്ചോണ്ട് ഒരുത്തൻ നാടകം കളിക്കാൻ പോകുന്നു. നാടകത്തിന് പോകരുതെന്ന് അച്ഛൻ അവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ഞാൻ പറഞ്ഞപ്പോ ഇവൻ എന്നെ തല്ലാൻ വന്നു. രാജ, നീ എല്ലാവരും പറയരുത്. നീ അല്ലേടാ തല്ലിയത്. പടി കൊള്ളാതെ നിന്റെ കൈ അവനൊന്ന് പിടിച്ചതല്ലേ ഉള്ളൂ. എന്തിനാണ് അതോടെ പറഞ്ഞവനെ അച്ഛന്റെ മുമ്പിൽ തെറ്റുകാരനാക്കുന്നത്? അച്ഛൻ അതെല്ലാം വിശ്വസിക്കും. എന്നിട്ട് ഈ പാവത്തിനോട് ദേഷ്യപ്പെടും. നീ നേരത്തെ എടാ, നിന്റെ നാടകം കളി വേണ്ടെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താണ് അനുസരിക്കാത്തത്? നിനക്ക് ഷേവ് ചെയ്യാൻ ബ്ലേഡിന് വരെ കാശ് ഞാൻ തരണം. ഇനി അത് നടക്കില്ല.
LD ക്ലാർക്ക് ടെസ്റ്റിന്റെ വിജ്ഞാപനം ഇന്നത്തെ പത്രത്തിലുണ്ട്. വായനശാലയിൽ പോയി ഗസറ്റ് നോക്കി ആപ്ലിക്കേഷൻ പഠിച്ച് ടെസ്റ്റ് എഴുതി സർക്കാർ ജോലി കയറി ചൊവ്വിന് ജീവിക്കാൻ നോക്കണം. കൊല്ലപ്പത്ത് ചക്രം ഉണ്ടാക്കാൻ നേരത്ത് നാടകം കളിക്കാൻ നടക്കുന്നു. കറുപ്പ എന്താ മേടിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് നിന്റെ ചെവി കയറുന്നില്ലേ? ഈശയും വച്ച് കാട്ടാളിനെ പോലെ നിൽക്കുന്നത്. കയറി പോടാകത്തെ. എനിക്ക് നാടകം നിർത്താൻ പറ്റില്ല. എന്നാൽ നിനക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാനും പറ്റില്ല. അത് അച്ഛൻ പറയുന്നത് ചേട്ടാ പറയുന്നത്. എന്നാ രാജൻ തന്നെ പറ. എങ്കിൽ ഇനി ഈ വീട്ടിൽ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ജോലിയും കുടുംബമൊക്കെ നോക്കി സ്വസ്ഥമായിട്ട് അങ്ങ് ജീവിക്കണം. ഇവിടത്തെ കാര്യങ്ങൾ ഇവൻ അങ്ങ് നോക്കട്ടെ. രാജൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി നീ നിന്റെ തീരുമാനം എന്താന്ന് പറ. ഇല്ലച്ച, ഇവൻ അച്ഛൻ പറയുന്നതൊന്നും സമ്മതമല്ല. ഇങ്ങനെ വിടരുത് അവനെ. അച്ഛനെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറ. പോയി ഇഷ്ടം പോലെ ജീവിക്കട്ടെ. പക്ഷേ തിരിച്ചു വരണമെന്ന് തോന്നിയാൽ ഇവൻ നാടകം നിർത്തിയിട്ട് വരട്ടെ. രാജ, നീ എന്താടി പറയുന്നേ? ഈ വീട്ടിൽ നിന്ന് പോയാൽ അവൻ എങ്ങനെ ജീവിക്കൂടാ? അമ്മേ, അവൻ ജീവിക്കാൻ പഠിച്ചിട്ട് വരട്ടെ. അതെ, അങ്ങെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ രാജൻ പറഞ്ഞു തന്നെയാ അതിന്റെ ശരി. ഇല്ല, അവനെങ്ങും പോകുന്നില്ല. ഞാൻ വിടില്ല അവനെ. അവൻ പാവ, ജീവിക്കാൻ അറിയാത്തവനാ. നാടകം മാത്രമേ അവനെ അറിയൂ. ഓഹോ, ശരി. എങ്കിൽ അവൻ ഇവിടെ താമസിക്കട്ടെ. ഞാൻ എന്റെ കുടുംബം അങ്ങ് മാറിയേക്കാം. വേണ്ട ചേട്ടാ, വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ പോയേക്കാം. അമ്മേ, ചേട്ടൻ ഇവിടെ വേണം. എന്നെ കൊണ്ട് ഈ വീടിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ കോമാളിത്തരങ്ങളല്ലാതെ ഞാൻ ഇറങ്ങുന്നു. മക്കളെ പോവല്ലേടാ, മോനെ പോവല്ലേ. അവനെ ഒന്ന് തിരിച്ചു വിളിക്ക്. എന്റെ കുഞ്ഞ് എവിടെ താമസിക്കും? ആര് നോക്കും അവനെ? രാജ, ഒന്ന് പോയി വിളിച്ചോണ്ട് പാടാ അവനെ. ഒന്ന് പോടാ മോനെ. മക്കളെ വിശ്വാ, പോവല്ലേടാ മോനെ. മോനെ നീ അവളെ അടുത്ത് അകത്തെങ്ങാനും കൊണ്ടുപോയി കിടത്ത് അല്ലേ? അല്ല, ആ പശുവിനത്തിന് വെള്ളം കൊടുക്കാൻ ആരുമില്ല ഇവിടെ. അതെ, ഞാൻ ആ പുത്തൻ കച്ചേരി വരെ ഒന്ന് പോയിട്ട് വരാം. ആ വാതിലങ്ങ് അടച്ചേക്ക്. ശരി അച്ഛാ. ഇതാരെ വിശ്വനോ? എന്താ വിശ്വ, നീ ബാഗൊക്കെ ആയിട്ട്? ഓ, നാടകം കളിക്കാൻ പോവുകയായിരിക്കും അല്ലേ? അല്ല മാവ, ഇന്ന് പ്രോഗ്രാം ഇല്ല. പിന്നെ എങ്ങോട്ടാ യാത്ര? യാത്രയൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. അതിന് ഇങ്ങോട്ട് വരാൻ ബാഗ് എന്തിന്? അമ്മാവ, ഇന്നലത്തെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിയാ മാവ. അപ്പോൾ നീ വീട്ടിൽ പോയില്ലേ? ഓ ഇല്ല, കുറച്ചു ദിവസം എനിക്ക് ഇവിടെ താമസിക്കണം. വീട്ടിൽ എന്ത് പറ്റി? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്നു? എന്തിന്? ഓ, ഞാൻ അവിടെ താമസിക്കുന്നത് ചേട്ടൻ ഇഷ്ടമായി. ചേട്ടൻ കുടുംബത്തോടെ മാറി താമസിക്കുന്നു. എന്താ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? ഇല്ലല്ല, വഴക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അവർ നിന്റെ കൂടെ വീട്ടിൽ താമസിക്കുന്നെന്ന് പറയാൻ കാരണമാണ്? മറ്റൊന്നുമല്ല, ഞാൻ നാടകം കളിക്കാൻ പാടില്ലത്രേ. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഒഴിഞ്ഞു അവിടെ കഴിയണം. അത് ശരിയല്ലേടാ, ന്യായമല്ലേ? എന്റെ അഭിപ്രായവും അത് തന്നെയാണ്. അല്ല, നീ PSC ടെസ്റ്റ് എഴുതാറുണ്ടോ? ഇല്ല. ഇല്ല, അത്ര പെട്ടെന്ന് പറഞ്ഞു. ഇല്ല. ഓ, നാടകം കളിക്കാൻ PSC ടെസ്റ്റ് വേണ്ടല്ലോ. എത്ര PSC ടെസ്റ്റ് ജയിച്ചാലും നാടകക്കാരനാകാൻ പറ്റില്ല മാവ. ലോകത്തുള്ള എല്ലാ പരീക്ഷകളും ജയിച്ചാലും പറ്റില്ല. അതിലെ ജന്മന നാടകക്കാരനായിരിക്കണം, എങ്കിലേ നാടകം കളിക്കാൻ പറ്റും. മതി മതി മതി. നാടകവും കൂത്താട്ടവുമായിട്ട് നടന്നാൽ ജീവിക്കാൻ പറ്റൂടാ. സമൂഹത്തിൽ എന്തു വിലയുണ്ടാ നാടകക്കാരന്? ആരെങ്കിലും നാടകക്കാരന് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കൂ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറി വീട്ടിലുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കും. തൽക്കാലം തിരിച്ച് വീട്ടിൽ പോകാം. ഇല്ല മാവ, നടക്കില്ല. കുറച്ച് ദിവസം ഞാൻ ഇവിടെ താമസിച്ചോളാം. അമ്മ ഇല്ലേ? അവളകത്തുണ്ട്. നിർമ്മല? അവളും അകത്തുണ്ട്. മൈ, നിക്ക് അകത്തേക്ക് പോകാൻ വരട്ടെ. തൽക്കാലം നിന്നെ എന്റെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ ഇവിടെ, നിർമ്മല. നീ അവളെ മുറച്ചെറുക്കിനോ?
അപ്പോ നീ ഇവിടെ താമസിച്ചാലേ നാട്ടുകാർക്ക് വേണ്ടാത്തത് പറയാനൊരു അവസരമാകും. അതുകൊണ്ട് ഇത് ശരിയല്ല. ഞങ്ങളുടെ കല്യാണമൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചതല്ലേ മാമ? അതൊക്കെ പണ്ട് പറഞ്ഞതല്ലേ. ഭാവി നീ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ നാടകക്കാരനായി നടക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നില്ലല്ലോ. അമ്മാവ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സ്നേഹം പാത്രത്തിൽ വിളമ്പി വെച്ചാ വിശപ്പ് മാറുകൂടാ. അതുകൊണ്ട് നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. അവൾക്ക് വേറൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ അമേരിക്കയിലാണ്. അവളെ കൊണ്ടങ്ങ് പോകും. എനിക്ക് എന്റെ മകളുടെ ഭാവി നോക്കണം. അതങ്ങ് ഉറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതില് നിർമ്മല സമ്മതിച്ചു? അവളുടെ സമ്മതം എന്തിന്? ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും, അത്ര തന്നെ. നീ എന്താ ഇവിടെ? നിന്നെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചോ? കേറിപ്പോടിയകത്താ. എനിക്ക് ആ കല്യാണം വേണ്ടച്ചാ. എന്താ? വിശ്വേട്ടൻ അല്ലെങ്കിൽ ആയുഷ്കാലം ഞാൻ കല്യാണം കഴിക്കാതെ കഴിഞ്ഞോളാം. ഞാൻ ആർക്കും ഭാരമാകില്ല. എനിക്ക് സർക്കാർ ജോലി ഉണ്ടല്ലോ. മതി മതി മതി. ഇക്കാര്യത്തില് എനിക്ക് നിന്റെ അഭിപ്രായം വേണ്ട. പറയുന്നതനുസരിച്ചാ മതി. അകത്ത് കയറിപ്പോ. വേറൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. വിശ്വേട്ടൻ വിളിച്ച ഈ നിമിഷം ഞാൻ കൂടെ ഇറങ്ങിപ്പോകും. ഓഹോ, നീ അത്രയ്ക്കായോ അഹങ്കാരി? എങ്കിൽ രണ്ടുപേരും കേൾക്കാൻ പറയുക. 3 മാസം കഴിയുമ്പോ ആ പയ്യൻ അമേരിക്കയിൽ നിന്ന് വരും. അപ്പോൾ ഈ കല്യാണം നടക്കണം. അതിനിടയ്ക്ക് നീ ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയോ അവൾ നിന്റെ കൂടെ ഇറങ്ങി വരികയോ ചെയ്താൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. വേണ്ട നിർമ്മലേ, ഞാൻ കാരണം ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് വേണ്ടി നീ അവിവാഹിതമായി കഴിയുകയും വേണ്ട. അമ്മാവൻ തീരുമാനിക്കുന്ന ആളെ കല്യാണം കഴിച്ച് നീ സുഖമായി ജീവിക്കും. അല്ലെങ്കിൽ നാടകക്കാരന്റെ സ്നേഹത്തിന് ഈ നാട്ടിൽ വിലയില്ലല്ലോ. പണ്ട് ജന്മദിനത്തിൽ നീ എനിക്ക് സമ്മാനിച്ചതാണ് നിന്റെ പേര് പട്ടിട്ടുവാണ്. അന്ന് നീ പറഞ്ഞിരുന്നു ഇതിപ്പോൾ എന്റെ കയ്യിൽ സൂക്ഷിക്കണം. ഈ നിമിഷം ഞാനത് പാലിച്ചു. ഇനി എനിക്കത് അർഹതയില്ല. ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട്. ഇല്ല, ഞാനിത് വാങ്ങില്ല. ഞാൻ എന്റെ ജീവനും ജീവിതവുമാണ് വിശ്വേട്ടന് തന്നത്. അതെനിക്ക് തിരിച്ചു വേണ്ട. നീ ഞാൻ പോകും. വിശ്വേട്ട പോകല്ലേ, ഞാനും വരുന്നു. എന്നെയും കൂടെ കൊണ്ടുപോ. എന്നെ തനിച്ചാക്കി എവിടെ പോകുന്നത്? ഇവിടെ ഈ മുറിയിൽ വന്ന് കിടക്ക്. മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം. കല്യാണം കഴിയുന്നത് വരെ നിന്നെ ഞാൻ പുറം ലോകം കാണിക്കില്ല. നീ ജോലിക്കും പോകട്ടെ. അതാണ് എന്റെ തീരുമാനം. എന്നെ തനിച്ചാക്കി പോകല്ലേ വിശ്വേട്ട. വിശ്വേട്ട, വിശ്വേട്ട. അപ്പോൾ അന്നു മുതൽ മാഷ് താമസം ഇവിടെയായി അല്ലേ? അല്ല, ഇവിടെ വരുന്നത് പിന്നീടാണ്. അപ്പോൾ അത്രയും കാലം എവിടെ കഴിഞ്ഞു? അതൊരു ഉത്സവകാലമായിരുന്നു. സീസൺ കഴിയുന്നത് വരെ സമിതി വക ക്യാമ്പിൽ താമസിച്ചു. അത് കഴിഞ്ഞ് കൂടെ അഭിനയിച്ച ഒരു നടി അവരുടെ വീട്ടിലൊരു മുറി എനിക്ക് വാടകയ്ക്ക് അവിടെ താമസമായി. ആ നടിയും അവരുടെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ദിവസം വാടക വാങ്ങിക്കാൻ ആവുക. കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ഞാൻ വാടക എടുത്തു കൊടുത്തപ്പോൾ ആ സ്ത്രീ അതെ, ഞാനേ ചേട്ടാ, ഞാൻ സുമിത്ര, നീ ഇങ്ങനെ കാലുകൊണ്ട് കളം പറച്ചിരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. പറയാം. അതെ മാഷേ, ഒരു കാര്യം പറയാനുണ്ട്. ഇതാ വാടക. മാഷെ വാടക തരണ്ട.
വാടകക്കാരനല്ലാതെ മാഷിനെ ഇവിടെ താമസിക്കാം. സൗജന്യമായിട്ടോ? അതൊന്നും വേണ്ട. അയ്യോ, സൗജന്യമല്ല, ഇത് മാഷിന്റെ സ്വന്തം വീടാണെന്ന് കരുതിക്കോ. അങ്ങനെ ചുമ്മാ കരുതിയ സ്വന്തമാകുന്നു. വില കൊടുത്തൊന്നും വാങ്ങണ്ടേ? വേണ്ടല്ലോ, വിലക്ക് വാങ്ങാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാനുള്ള വഴി വേറെയും ഉണ്ടല്ലോ. എന്താണ് ആ വഴി? നീ പറഞ്ഞോളൂ. വേണ്ട ചേട്ടൻ പറ. നീ പറ. വേണ്ട ചേട്ടൻ പറ. എന്നാ ഞാൻ തന്നെ പറയാം. അതായത് ഇവര് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചതാണ് കേട്ടാ. അതുകൊണ്ടെന്തോന്ന് ഇപ്പൊ ഇവിടെ യവനും അമ്മയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് ജീവിച്ചാൽ രണ്ടുപേർക്ക് ഗുണമാണ്. പിന്നെ നിങ്ങൾ ഉടമസ്ഥനാണ് ഉടമസ്ഥൻ. എനിക്ക് സംഗതിയെ കൊണ്ട് ശരിക്കും പിടികിട്ടിയില്ല. തെളിച്ചങ്ങോട്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് പിടികിട്ടിയില്ല പോലും. നിങ്ങളിവിടെ ഇവരെ കല്യാണം കഴിക്കുക, അത്ര തന്നെ. ലോട്ടറി ലോട്ടറി. നീ ഇവരുടെ ആരായിട്ട് വരും? ഞാൻ ഒരു കൂട്ടുകാരൻ. ഓ, സുഹൃത്ത്. അപ്പൊ കല്യാണ ബ്രോക്കർ അല്ല. എടാ, നീ ഇവരുടെ വീട്ടിൽ രാത്രി പതിവായി തങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ തന്നെ അങ്ങ് കല്യാണം കഴിച്ചാ മതി. അതല്ലേടാ അതിന്റെ ഒരു ഭംഗി. എടാ, എല്ലാ കാര്യത്തിനും ഒരു ഒരു വൃത്തി വേണ്ടേ? പിന്നെ നീ ഇവിടെ രാത്രി തങ്ങുന്നത് കണ്ടതിന്റെ പിറ്റേന്ന് മുതലാ ഞാൻ വേറെ വീടന്വേഷിച്ച് തുടങ്ങിയത്. ഉടനെ മാറും. എങ്കിലേ ഇന്ന് തന്നെ മാറണം. ഈ പറഞ്ഞതൊന്നും സമ്മതമല്ലെങ്കിൽ ഇന്ന് തന്നെ മുറി ഒഴിഞ്ഞു തരണം. വേറെ വീട് കിട്ടിയിട്ട് മാറാൻ പറ്റൂ? പറ്റില്ല. പറയാം. അതെ, ഈ ചേട്ടൻ സിനിമാ ഫീൽഡിൽ ഉള്ളതാണേ. എനിക്ക് സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിരിക്കുക. സത്യം. നാളെ ഞങ്ങള് മദ്രാസിന് പോകും. പിന്നെ ഇവളാരാ? വടംപക്കത്ത് അടുത്ത മാതക റാണിയാണല്ലോ, മാതക റാണി. മദ്രാസ് സിറ്റിയില് ഇമ്പാല കാട്ടിലുള്ള പിന്നെ നമ്മളൊരു പറപ്പുണ്ട്. അന്ന് ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞിങ്ങോട്ട് വന്നാണല്ലോ ഗവരാണി. ഞാനായിരുന്നു അവളുടെ അടുത്ത മാനാകര്. പിന്നെ ഈ പറഞ്ഞ കാര്യക്ക് സമ്മതമാണെങ്കിൽ മാഷിനെ ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിലേ ഇപ്പൊ തന്നെ ഒഴിഞ്ഞു തരണം. അല്ലേ ഏട്ടാ? എന്താ പറയുന്നത്? ഈ പറഞ്ഞ രണ്ടും സാധ്യമല്ല. സാധ്യമല്ലേ? എന്നാലേ ഇയാളുടെ ബാഗ് അത്രയും നല്ല ചാൻസ് ഉണ്ടാക്കി കൊടുത്തിട്ട് മുറിയൊന്ന് പോട്ടട്ടെ. ചേട്ടാ ഞാൻ പോവാൻ ചേട്ടാ. അല്ലേ? ഓ, എന്തിനാ? നാളെ ഞാൻ ഇല്ല. റിഹേഴ്സൽ രാവിലെ 10 മണിക്ക് തന്നെ തുടങ്ങണേ. അണ്ണ ഒന്നും ഒട്ടും മയക്കണ്ട, എല്ലാ കാര്യവും ഞാൻ ഏറ്റു. നോ പ്രോബ്ലം. ഞാൻ ഉച്ചയ്ക്ക് വന്ന് ജോയിൻ ചെയ്തോളാം കേട്ടോ. അല്ലേ ചേട്ടൻ ഇന്ന് എവിടെയാ ചേട്ടാ പ്രോഗ്രാം? സത്യനോ? ഇന്ന് കളിയില്ല. പിന്നെ എങ്ങോട്ടാ യാത്ര? എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. അതെന്താ? എന്താ എന്ത് പറ്റി? ചേട്ടന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ. ഓ, താമസ സ്ഥലത്ത് നിന്നും അവര് ബലമായി എന്നെ പിടിച്ചിറക്കി വിട്ടു. എന്തിന്? ഓ, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. സന്ധ്യാകാറായി. രാത്രിയിൽ എവിടെ കഴിഞ്ഞു കൊണ്ടുവന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. വല്ല കടത്തിൻ്റെയിലോ സ്റ്റാൻഡിലോ പോയി കിടക്കാം. വീട്ടിലേക്ക് പോയിക്കൂടെ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. പിന്നെ ചേട്ടൻ ആ മുറിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ പിന്നെ ഏതായാലും കടത്തിണ്ടയിലും ബസ് സ്റ്റാൻഡിലും ഒന്നും കിടക്കണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല ചേട്ടാ. ചേട്ടൻ എന്റെ കൂടെ വാ. എവിടേക്ക്? നിന്റെ വീട്ടിലേക്കോ? ഞാനില്ല. അവിടെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഓ, വീട്ടിലേക്കല്ല ചേട്ടാ, അവിടെ അടുത്ത് ഞങ്ങൾക്കൊരു ഒറ്റ മുറി വീടുണ്ട്. അത് ഒഴിഞ്ഞു കിടക്കാം. ഇവിടെ നിന്റെ അച്ഛനോട് ചോദിക്കണ്ടേ? അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പോരാത്തതിന് ചേട്ടനെ അച്ഛൻ അറിയാമല്ലോ. ഈടാ, ആ വാടകയൊക്കെ എന്റെ കൈക്ക് ഒതുങ്ങൂടാ. ചേട്ടൻ അന്തി ഉറങ്ങാൻ ഒരിടം, അതല്ലേ ഇപ്പൊ ആവശ്യം. വാടക കാര്യമൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. അല്ല, മുത്തച്ഛന്റെ കാറ്റുപുരയാ, പാടത്തിന്റെ കരയ്ക്കാണ്. വേനൽക്കാലത്ത് മുത്തച്ഛൻ അവിടെയാ കിടന്നിരുന്നു. മുത്തച്ഛന്റെ കാലശേഷം വെറുതെ കിടക്കുകയാണ്. വല്ലപ്പോഴും ഞാനൊന്നും പോയി കിടന്നാലായി.
ഒരു പഴയ കട്ടിലും ചാരുകസാലയും ഒക്കെ ഉണ്ട്. ചേട്ടൻ അത് തന്നെ ധാരാളം. ഇടാ അടുത്ത് കട വല്ലതും ഓ, 5 സ്റ്റാർ ഹോട്ടലൊന്നും കാണൂല. പിന്നെ ചോറും കാപ്പിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട്. വീടിനൊരു ചായപ്പും ഉണ്ട്. അത്യാവശ്യം പാചകം ചെയ്ത് കഴിക്കാം. പാത്രങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. എന്നാലും വാടകയുടെ കാര്യം? ഓ, വാടക ഞാൻ പറഞ്ഞില്ലല്ലേ. അത് ചേട്ടനായതുകൊണ്ട് മാസത്തിലൊരു ചേട്ടൻ വാടക തരണ്ടെങ്കിലോ? ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞോ എന്താവശ്യത്തിന് ഞാനുണ്ടാവും. സത്യം, എന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ എന്നെ വീട്ടിൽ നിറക്കി വിട്ടു. ഒരു ബന്ധവും ഇല്ലാത്ത നീ എനിക്ക് ആയുഷ്കാലം താമസിക്കാൻ വീട് സൗകര്യം. ഇത് സത്യത്തിൽ എനിക്ക് ആരാണ്? നമ്മളൊക്കെ മനുഷ്യരല്ലേ ചേട്ടാ? ഞാനും ഒരു നാടകക്കാരനല്ലേ. ഒരു നാടകക്കാരന്റെ വേദന മറ്റൊരു നാടകക്കാരനെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ചേട്ടൻ ധൈര്യമായിട്ട് എന്നോട് വാ. എടുക്കില്ല ആ ബാഗ്. വേണ്ട ബാഗ് ഞാൻ എടുക്കാം. അന്നു മുതൽ ഇവിടെ താമസിക്കുന്നു. നീണ്ട 60 വർഷങ്ങൾ. അന്ന് ഈ ശരീരം നല്ല കുതിരശക്തിയുള്ള ഒരു എഞ്ചിനായിരുന്നു. രാവും പകലും ഉറങ്ങാതെ നാടകം കളിച്ചു. രാത്രി നാടകം കഴിഞ്ഞ് പുലർച്ചെ 1-2 മണിക്കൂർ ഉറങ്ങിയെങ്കിലായി വീണ്ടും അടുത്ത ദിവസം നാടക സ്ഥലത്തേക്ക്. നാടക വണ്ടിയിലിരുന്ന് ചിലപ്പോൾ ഉറങ്ങും. 80 വയസ്സ് വരെ സജീവമായി അങ്ങനെ പോയി. പിന്നെ എഞ്ചിന് ചില്ലറ തകരാറുകളൊക്കെ തുടങ്ങി. ഇന്നത്തെ നട്ടും ബോൾട്ടും ഷാഫ്റ്റും ചക്രങ്ങളും എല്ലാം തേഞ്ഞ് ബെൽറ്റുകൾ അയഞ്ഞ ഒരു പഴയ എഞ്ചിൻ എണ്ണയും ഗ്രീസുമിട്ട് കഷ്ടിച്ച് പ്രവർത്തിപ്പിക്കുന്നു. എത്ര നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്? കളിച്ച നാടകങ്ങളുടെയും വേദികളുടെയും എണ്ണ അറിഞ്ഞുകൂടാ. ഒരു കണക്കും എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവമില്ല. കണക്കേ അറിഞ്ഞുകൂടാ. പഠിക്കുന്ന കാലത്ത് കണക്കിന് മുട്ടയായിരുന്നു. മാർക്ക് 0. അങ്ങയുടെ നാടക ജീവിതത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാമോ? സ്വാഭാവികമല്ലേ, ജീവിതത്തിൽ എന്ന പോലെ നാടകത്തിൽ ഒരുപാടുണ്ട്. ആ അനുഭവങ്ങളുടെ വിശദമായ രൂപം അങ്ങ് പറയുകയാണെങ്കിൽ അത് ഞങ്ങളെ പോലെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്നു. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഈ പ്രായത്തിലെ ആഗ്രഹമില്ല. എന്നാൽ അതൊക്കെ ഒഴിവാക്കി പറഞ്ഞു തന്നാൽ മതി. ഓ, അതിന് കൂടുതൽ സമയം കാണും. മറ്റൊരു ദിവസമാകട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ, നാടകം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? നല്ല ചോദ്യം. നാടകം ജീവിതമാക്കിയ ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യം. ആ കാലത്തൊക്കെ വെറും തുച്ഛമായ ശമ്പളം. 7ാമത്തെ കളിക്ക് ശമ്പളമില്ല, സമിതിക്ക് വിട്ടുകൊടുക്കണം. സീസൺ കാലത്ത് 2ഉം അതിലധികവും കളികളുണ്ടാവും. ഒരുവിധം അല്ലല്ലില്ലാതെ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞാൽ വീണ്ടും പഴയ വഴി. ആലോചിച്ച് നോക്കൂ മക്കളെ, നാടകക്കാരൻ എങ്ങനെ ജീവിക്കും? ഇന്ന് സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ആ കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാണ്. പണ്ടത്തേക്കാൾ ഭേദപ്പെട്ട തുക നാടകത്തിന് കിട്ടുന്നുണ്ട്. നാടക പ്രവർത്തകരുടെ ശമ്പളത്തിനും വർധന ഉണ്ടായിട്ടുണ്ട്. ക്ഷേമനിധിയുണ്ട്. എന്നാലും മറ്റ് രംഗകലകളെ അപേക്ഷിച്ച് നാടകത്തിന് കിട്ടുന്ന പ്രതിഫലവും നാടകക്കാരുടെ ശമ്പളവും ഇപ്പോഴും വളരെ കുറവാണ്. അങ്ങക്ക് നാടകം കളിക്കാൻ ഇപ്പോഴും മോഹമില്ലേ? ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഇപ്പോഴും അവഞ്ചർ നാടകങ്ങൾക്ക് ചെയ്യുന്നു. അഭിനയിച്ചതിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ്. ഒരച്ഛന് മക്കളോട് തോന്നുന്ന ഇഷ്ടം പോലെ. വേരുത്തമ്പി ദളവയുടെ ജീവിതാന്ത്യം സ്കൂൾ വാർഷികത്തിന് ലഘു നാടകമായി അവതരിപ്പിച്ചു. വേരുത്തമ്പി ദളവായി ഞാനും അനുജൻ പപ്പുത്തമ്പിയായി സ്കൂളിലെ മറ്റൊരു നാടകക്കാരൻ സഹപാഠി. തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു. നെഞ്ചിൽ കഠാര കുത്തി ഇറക്കി ജീവത്യാഗം ചെയ്ത് സ്റ്റേജിൽ
രക്തം വാർന്നു കിടക്കുന്ന വേലിത്തുമ്പിതല വീണ മുടിപാടി കർട്ടൻ വീണയുടനെ ഉത്കണ്ഠയോടെ വന്ന് നോക്കിയാൽ ഹെഡ് മാസ്റ്ററുടെ വാത്സല്യവും ആകാംക്ഷയും കരുതലും നിറഞ്ഞ മുഖം ഈ 85-ാം വയസ്സിലും എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. എന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ അംഗീകാരമായിരുന്നു ആ അഭിവന്യ ഗുരുമുഖത്തപ്പോൾ തെളിഞ്ഞു കണ്ട ഭാവങ്ങൾ. അതായിരുന്നു എന്റെ എന്നത്തെയും പ്രചോദനവും. ഇന്നും അതിനുശേഷം സ്കൂളിലും നാട്ടിലും വേലുത്തമ്പി എന്നാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. ആ വിളി കേൾക്കുമ്പോൾ ചെറുപ്രായത്തിൽ വല്ലാത്തൊരു അനുഭൂതിയായി. പിന്നീട് ഞങ്ങൾ അതൊരു പൂർണ്ണ നാടകമായി ഉത്സവപ്പറമ്പുകളിൽ അവതരിപ്പിച്ചു. കുറച്ച് കാശും കിട്ടി. ഇത് ഏത് വർഷമാണ് അവതരിപ്പിച്ചത്? 1952 ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഷേക്സ്പിയറുടെ ഒഥല്ലോയും ജൂലിയസ് സീസറും പഠിച്ചിരുന്നു. ആ സമയത്ത് ഒഥല്ലോയിലെ മർഡർ സീനും സീസറിലെ ആന്റണി സൊറേഷനും ഒക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആന്റണി സൊറേഷൻ ഓർമ്മയുണ്ടോ? യെസ്, ഓർമ്മയുണ്ട്. Friends, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men duly shelter them, the good deeds oft interred with their bonds. So let it be with Caesar. The noble Brutus hath told you Caesar was ambitious. If it were so, it was a grievous fault and previously had Caesar answered it. Here under the of Brutus and the rest, Lord Brutus is an honorable man. So are they all honorable men. Am I to speak in Caesar's funeral? He was my friend, faithful and just to me. The Brutus says he was ambitious, but Brutus is an honorable man. He hath brought many countries home, whose lands under the general Coffee's field. Did this in Caesar seem ambitious? When the God cried, Caesar hath wept. Ambition should be made of sterner stuff. The Brutus says he was ambitious. This is an honorable man. You all did see on the Berkeley thrice presently making any crown, which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious and what? Brutus is an honorable man. Wow, marvelous. It's an experience. Really wonderful. അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? സർക്കാർ അവാർഡുകളും അല്ലാത്തവയും കിട്ടിയിട്ടുണ്ട്. ആദ്യം അവാർഡ് കിട്ടിയപ്പോ എന്തു തോന്നി? അവാർഡുകൾ മോഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും തോന്നാറുമില്ല. വേഷങ്ങൾ ചെയ്യുന്നത് ഞാനല്ല, എല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ആ കാരുണ്യം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോഴാണ് ഞാൻ കഥാപാത്രമാകുന്നത്. പ്രാർത്ഥനയും സമർപ്പണവും മാത്രമാണ് എൻ്റെ കർത്തവ്യം. ആ ചൈതന്യം നമ്മെ കൈവിടില്ല. എല്ലാം നമ്മളറിയാതെ സംഭവിച്ചു. ഇതെന്റെ മാത്രം വിശ്വാസമാണ്. അവാർഡ് കിട്ടിയ ശേഷം നാടക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഉണ്ടായ മാറ്റം? അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ അവാർഡ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിമിഷം എനിക്ക് സമ്മാനിച്ചു. എന്നോട് പിണക്കത്തിലായിരുന്ന എൻ്റെ അച്ഛൻ എന്നെ ഓർത്ത് തീ തിന്നുകൊണ്ടിരുന്ന എൻ്റെ അമ്മയോടൊത്ത് എന്നെ കാണാൻ വന്നു.
നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ നാടക ജീവിതം എനിക്ക് തന്ന ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ. അവൻ ഇവിടെ തന്നെയാണോ താമസം? അവൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത്, എനിക്ക് ഉറപ്പാ. അല്ല, അവനിവിടെ ഇല്ലേ? ഇന്നലെ നാടകം കഴിഞ്ഞ് വന്നു കിടന്ന് ഉറക്കമായിരിക്കും. നീ ഒന്ന് വിളിച്ചു. ഓ വിശ്വാ, മക്കളെ വിശ്വാ, വിശ്വാ, മോനെ മോനെ, മക്കളെ എഴുന്നേക്കടാ മോനെ. ഇന്നലെ നാടകം കഴിഞ്ഞ് വന്ന് ഉറങ്ങിപ്പോയി. അയ്യോ, ഉറക്കിപ്പോയോ? നേരെ ഇത്രയായില്ലേ? മക്കള് വല്ലതും കഴിച്ചതാണോ? ഇല്ലമ്മ, അത് സാരമില്ല, ശീലമായി പോയി. നിന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ മക്കളെ. വയസ്സ് 45 ഇനി എന്നാ നീ ജീവിതത്തില് സുഖവും സ്വസ്ഥതയും ഒക്കെ അനുഭവിക്കുന്നത്? എനിക്കിവിടെ സുഖമാണമ്മേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കുന്ന. എന്ത് സുഖമാടാ, എല്ലാവരും ഉണ്ടായിട്ടും ആരോരും ഇല്ലാത്ത അനാഥനെ പോലെ. നിന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോ മുതല് അച്ഛന് നിന്നെ കാണണമെന്ന്. അച്ഛന്റെ അടുത്തേക്ക് ചെല്ലു മക്കളെ, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കും. നീ വീട്ടിലോട്ട് പോവാ. വേണ്ട, ചേട്ടൻ അത് ഇഷ്ടമാകില്ല. വീട്ടിൽ ഞാൻ കാരണം വീട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതും ശരി. മോനെ, ഇന്ന് നിന്റെ ജന്മമാസമായത്. 45 വയസ്സായി നിനക്ക്. ഒറ്റയ്ക്ക് ജീവിക്കാതെ ഇനിയെങ്കിലും ഒരു കല്യാണം കഴിക്കടാ. നീ കുടുംബവും കുട്ടികളും ഒക്കെ ആയി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. അമ്മ, ഭാര്യയെ ഞാൻ നിർമ്മലയെ മാത്രം മനസ്സിൽ കരുതിയതാണ്. അത് നടന്നില്ല. വേറൊന്ന് എനിക്ക് സാധ്യമല്ല. ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. അമ്മ, ഒരു നിമിഷം. ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ് ശില്പം. നന്നായിട്ടുണ്ടല്ലോ മക്കളെ. അച്ഛനും അമ്മയോടുമുള്ള ഒരു കടമയും നിറവേറ്റാൻ ഈ ജീവിതത്തിൽ ഇതെനിക്ക് നാടകം തന്നതാണമ്മ. ഈ ജീവിതത്തിലെ ആകെ സമ്പാദ്യം. അച്ഛനും അമ്മയ്ക്കും തരാൻ ഈ നാടകക്കാരന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഇത് ആ പാലങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം അച്ഛൻ. നീ അത് അവളുടെ കയ്യിലോട്ട് കൊടുക്കും. അമ്മ, എനിക്ക് ഈ ഒരു ജന്മം ബാക്കിയുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി തന്നെ ജനിക്കണം. ഈ ജന്മത്തിലെ കടകളെല്ലാം എനിക്കന്ന് വീട്ടണം. അച്ഛന് തെറ്റിപ്പോയി മക്കളെ. നിന്റെ മനസ്സറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛനോട് ക്ഷമിക്കണം. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വസ്തു വീതം വയ്ക്കുമ്പോ നിന്റെ ഓഹരി അളന്ന് തിരിച്ച് ആധാരമാക്കി തരാം. അവിടെ ഒരു വീട് വെച്ച് താമസിക്കുവോ അയ്യോ എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ ഓഹരി എന്റെ കുഞ്ഞു പെണ്ണിൽ കൊടുത്തേക്ക്. എന്റെ സമ്മാനം. അവൾക്ക് വേണ്ടി ഞാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവളുടെ കല്യാണം പോലും ചക്കത്തില്ല. അത് വേണ്ട മക്കളെ, നിനക്കുള്ളത് നീ എടുത്തോടാ. നിനക്കും കേറി കിടക്കാൻ ഒരിടം വേണ്ടേ? വേണ്ട, ഒരു തരി മണ്ണ് പോലും എനിക്ക് മോനെ. മക്കളെ, ഞാൻ മരിക്കുന്ന സമയത്തെങ്കിലും നീ എന്റെ അരികത്ത് വേണം. ഓ,
അന്നും നിനക്ക് നാടകം ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ലല്ലോ അല്ലേ? സാരമില്ല, അമ്മ അത് സഹിച്ചോളാം. എന്നാലും എന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. പോട്ടെ മക്കളെ. മക്കളെ അതൊക്കെയാണ്, നീ എപ്പോഴെങ്കിലുമൊക്കെ ഇതിന്റെ അമ്മയെ ഒന്നൊന്ന് കണ്ടിട്ട് പോകണം. അവളൊരു മനസമാധാനത്തിനാടാ. എന്നെ കുറിച്ചുള്ള വേവലാതി അവൾക്ക് എപ്പോഴും. അവള് വീട് പോയാലും എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. മോനെ, അമ്മ പോട്ടേടാ. വാ, കരയണ്ട, മതി. ഇനിയിപ്പൊ നിന്ന് നേരെ കരയണ്ട. വാ, അതൊക്കെ സൂക്ഷിച്ച്. പറഞ്ഞു കേട്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. അപ്പോ അനുഭവിച്ച അങ്ങയുടെ കാര്യം? മാഷ് അമ്മയെ കാണാൻ പിന്നീട് പോയായിരുന്നോ? വല്ലപ്പോഴും ഒരു ഉൾവിളി ഉണ്ടാവും. അമ്മ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി പോകും. അപ്പോഴേക്കും കാഴ്ച നഷ്ടപ്പെട്ട അവശയായി അമ്മ കിടപ്പിലായിപ്പോയി. എന്നെക്കുറിച്ച് ഓർത്തുള്ള മനോവ്യാധിയായിരുന്നു അധികവും. എങ്കിലും എത്ര നാൾ കഴിഞ്ഞ് ഞാൻ ചെന്നാലും മുറ്റത്തെ മണലിൽ ഞാൻ ചവിട്ടുമ്പോൾ കാഴ്ചയും ഓർമ്മയുമില്ലാതെ അസ്ഥിവഞ്ജനം പോലെ അകത്ത് കിടക്കുന്ന അമ്മ വിളിച്ചു ചോദിക്കും, ഈശ്വരനോടാണ്. അതാണ് അമ്മ മനസ്സ്. കാലടി ശബ്ദം കേട്ട് മകനെ തിരിച്ചറിയുന്ന മനസ്സ്. അതാണ് എന്റെ അമ്മ. എത്ര ജന്മമെടുത്ത് പ്രായത്തിച്ഛം ചെയ്താലാണ് എന്റെ അമ്മയോടുള്ള എന്റെ കടം തീരുക. അധികം താമസിയാതെ അമ്മയും മരിച്ചു. ഞാൻ അരികത്തില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞാണ് ഞാൻ ചെന്നത്. മാഷെ, ആരോ വരുന്നുണ്ട്. ഞങ്ങൾ മാഷിനെ നാളെ വന്ന് കണ്ടുകൊള്ളാം. ഓർക്കാറുണ്ടോ? മനസ്സിലായോ എന്നെ? മറന്നാലല്ലേ ഓർക്കേണ്ട കാര്യമുള്ളൂ. കല്ലിൽ കൊത്തിവെച്ച പോലെ എന്റെ മനസ്സിൽ കൊത്തിവെച്ചിരിക്കുക നിന്റെ രൂപം. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നീ ഏതു രൂപത്തിൽ ഏത് കാലത്ത് വന്നാലും എന്റെ മനസ്സ് നിന്റെ പേര് വിളിക്കും. നിർമ്മലേ. നീ ഇപ്പൊ എവിടെയാ? നാട്ടിൽ തന്നെയാ. ഭർത്താവ്? ഇല്ല, വേറെ 2 പേര് കൂടി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അവരെ പുറത്ത് നിർത്തിയിരിക്കുക. അതെന്താ? വിളിക്കാവരെ. ഇപ്പോ ഈ കഴിഞ്ഞ നിമിഷങ്ങൾ അവിടെ നമ്മൾ 2 മതി. അതുകൊണ്ടാ പുറത്ത് നിൽക്കുന്നവരിൽ ഒരാൾ എൻ്റെ ഒരേയൊരു മകൾ. അവൾ ഈശ്വരന്റെയും മകളാണ്. എന്റെ മകളോ? മുറയ്ക്ക് ഞാൻ അവൾക്ക് അമ്മാവനല്ലേ? അപ്പോൾ അവൾ എനിക്ക് മരുമകളില്ലേടി? അല്ല, ഈശ്വരൻ എൻ്റെ മകളുടെ അമ്മാവനല്ല.
അവളുടെ അച്ഛനാണ്. നീ എന്തായി പറയുന്നത് നിർമ്മലേ? ഞാൻ എങ്ങനെയാ അവളുടെ അച്ഛനാവുന്നത്? നിന്റെ ഭർത്താവല്ലേ അവളുടെ അച്ഛനാണ്. നിനക്കിത് എന്തു പറ്റി? എന്റെ ഭർത്താവല്ല, എന്റെ മകളുടെ അച്ഛൻ. അവളുടെ അച്ഛൻ വിശ്വേട്ടൻ തന്നെയാണ്. അതെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ കല്യാണത്തിന് മുൻപ് യാത്ര പറയാൻ ഞാൻ ഈ വീട്ടിൽ വന്നത് വിശ്വേട്ടന് ഓർമ്മയുണ്ടോ? വിശ്വേട്ടാ, വിശ്വേട്ടാ. നിർമ്മലയോ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടുന്നത്? എന്താ, ഞാൻ വരാൻ പാടില്ലേ? വരാൻ പാടില്ലായിരുന്നു. എനിക്കിവിടെ വരണമായിരുന്നു. 2 മാസം കഴിയുമ്പോ എന്റെ കല്യാണം നടക്കും. അതിനു മുൻപ് ചേട്ടനെ കണ്ടെനിക്ക് യാത്ര പറയണം. ഇടി അമ്മാവൻ എനിക്ക് നിന്റെ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞല്ലേ? നിന്നെ ഒന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. നീ എന്നെ വിട്ടുപോയാലും നിന്നോട് യാത്ര പറയാൻ എനിക്കാവില്ല നിർമ്മലേ. നിനക്ക് യാത്രയില്ല. നീ എന്നും എന്റെ മനസ്സിലുണ്ടാകും. ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ വിശ്വേട്ടനുള്ള പെണ്ണാണെന്ന് അച്ഛനും അമ്മയും ബന്ധുക്കളും പറയുന്നത് കേട്ടാണ് ഞാൻ വളർന്നത്. അന്നു മുതലേ വിശ്വേട്ടനെ ഭർത്താവായി മനസ്സിൽ കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ മനസ്സും ശരീരവും ചേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്. കല്യാണം കഴിഞ്ഞാലും മനസ്സ് മറ്റാരുടേതുമാകില്ല. പക്ഷെ ശരീരം ഇല്ല ചേട്ടാ, എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. ഈ ശരീരത്തിന് വേറൊരാൾ അവകാശിയാകുന്നതിന് മുൻപ് ഞാനതെന്റെ വിശ്വേട്ടന് സമർപ്പിക്കുന്നു. ഈ നിമിഷം എനിക്ക് ചേട്ടന്റെ ഭാര്യയാകണം, എല്ലാ അർത്ഥത്തിലും. ഇതെന്റെ വാശിയാണ്, ഈ നിമിഷത്തേക്ക് മാത്രം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മനസമാധാനം കിട്ടില്ല. ചേട്ടന് വേണ്ടി മാത്രം ജീവിച്ച ചേട്ടന്റെ നിർമ്മലയുടെ യാതനയാണ്. ഇല്ല, ഞാനിവിടെ തല തല്ലിച്ചാകും. ഇല്ല ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഗർഭിണിയാണെന്ന്. എന്റെ വിശ്വേട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ആനന്ദവും നിർവൃതിയും ഇങ്ങ് കേറി വാ മക്കളെ. നോക്കിയേ, ആ കുഞ്ഞാണിവൾ, എന്റെ വിശ്വേട്ടന്റെ മകൾ, നമ്മുടെ മകൾ. മോളെ, ഇതാ നിന്റെ സ്വന്തം അച്ഛൻ, നിനക്ക് ജന്മം തന്ന പിതാവ്. അച്ഛാ, അച്ഛൻ, എന്റെ അച്ഛൻ. മക്കളെ, നിന്നോട് എന്താ പറയേണ്ടതെന്ന് അച്ഛനറിയില്ലടാ. നിന്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും ഒന്നും അച്ഛൻ കണ്ടില്ല. തോളത്തും നെഞ്ചത്തും കിടത്തി ഉറക്കിയില്ലെന്നില്ല. കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയില്ല. എനിക്ക് നിനക്കും ഭാഗ്യമില്ലാതെ പോയി. മക്കളെ, നിനക്ക് സുഖമാണോടാ? നിർമ്മലേ, ഇവൻ എന്റെ അമ്മയുടെ തനി സ്വരൂപമാണ്. എന്താ മക്കളുടെ പേര്? സ്വമാൾ. എന്റെ അമ്മയും ഞാനും. സന്തോഷം നിർമ്മലേ. ഇതാരാണെന്ന് മനസ്സിലായോ? പിന്നെ ഈ കുട്ടിയല്ലേ ഇത്ര നേരം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെ അതെ വിശ്വേട്ട, ഇവൾ നമ്മുടെ പേരക്കുട്ടിയാ, വിശ്വാംബിക. പക്ഷേ ഇവൾക്കും ഇതറിയില്ല. ഇവളെ ഇതുവരെ ഞാനിത് അറിയിച്ചിട്ടില്ല. അമ്പിമോളെ, ഇതാണ് നിന്റെ അമ്മയുടെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ. വിശ്വേട്ട, അടുത്ത മാസം
ഇവളുടെ വിവാഹമാണ്. അതിനു മുൻപ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് നമ്മുടെ മകൾക്ക് നിർബന്ധം. അമ്പിമോളെ, മുത്തശ്ശന് ദക്ഷിണ സമർപ്പിക്കും. എന്റെ മണിക്കുഞ്ഞെ, മുത്തച്ഛൻ എന്താ നിനക്ക് തരിക? മുത്തച്ഛന്റെ കയ്യിലൊന്നുമില്ല. മുത്തച്ഛന്റെ പണ്ട് മുത്തച്ഛന്റെ അമ്മ പണിയിച്ചു തന്നതായി ഈ മാല മുത്തച്ഛന് ജീവനേക്കാൾ വിലയുള്ളതാണിത്. ഈ മാല എന്റെ മണിക്കുഞ്ഞെടുത്തു, മുത്തച്ഛന്റെ സമ്മാനം. എന്റെ പ്രായമായവരൊക്കെ റോഡിൽ കൂടെ പേരക്കുട്ടികളുടെ കയ്യിൽ പിടിച്ച് പുസ്തക സഞ്ചിയുമായി സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് പറ്റില്ല, കാലം കഴിഞ്ഞു പോയി. ഞാൻ എന്റെ പേരക്കുട്ടിയുടെ കൈ പിടിച്ച് ഇവിടെയൊക്കെ ഒന്ന് നടക്കട്ടെ. കണ്ടോളാ വിശ്വമൂർത്തി, നീ പോലും അറിയാതെ ഓർക്കാപ്പുറത്ത് നീ അച്ഛനും മുത്തച്ഛനുമായി വല്ലാത്ത സന്തോഷവും സങ്കടവും എല്ലാം സാരമില്ല. അച്ഛ, ഞാൻ പോയിട്ട് ഉടനെ വരും അച്ഛനെ കൊണ്ടുപോകാൻ. അച്ഛൻ വരണം, ഇനി എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. വേണ്ട മക്കളെ, എനിക്ക് അഭയം തന്ന സ്ഥലമായിരുന്നു. ഇവിടം വിട്ട് ഞാൻ എങ്ങും പോകില്ല. വയസ്സ് ഇത്രയും ആയില്ലേ, വയ്യായികയുമായി ഒറ്റയ്ക്ക് ഇങ്ങനെ. എനിക്കിനി ബാധ്യതയൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കാം, ഞാൻ നോക്കിക്കോളാം എന്റെ വിശ്വേട്ടനെ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല, മതി. ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. എന്റെ കല്യാണത്തിന് മുത്തശ്ശൻ വരില്ലേ? വരാൻ പാടില്ല മണിക്കുഞ്ഞെ. മുത്തച്ഛന്റെ മനസ്സ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. മുത്തച്ഛന്റെ കൂടപ്പുറപ്പുകളുടെ കല്യാണവും മുത്തച്ഛൻ കണ്ടിട്ടില്ല. അതുപോലെ മകളുടെയും പേരക്കുട്ടിയുടെയും. സാരമില്ല, പൊയ്ക്കോളൂ. ഇനി പറഞ്ഞ മുത്തച്ഛന് താങ്ങാൻ പറ്റാതാവും. മതി, പൊയ്ക്കോ. മുത്തശ്ശന് നമസ്കരിക്കും മക്കളെ. അച്ഛാ, അച്ഛാ, ഞങ്ങളും പോട്ടെ. വാ മക്കളെ, നമുക്ക് പോകാം. തോൽവി, ജീവിതം മുഴുവൻ തോൽവി. എന്റെ അമ്മേ, കാണുന്നുണ്ടോ മണ്ടനായ മകന്റെ ജീവിതം? അമ്മ, മക്കളെ, അമ്മ, മക്കളെ, നിനക്കൊരു സ്വസ്ഥതയില്ലേടാ. ഇനി എന്നാ നീ സുഖമായി ജീവിക്കുന്നത്? പണ്ട് രാത്രിയിൽ എനിക്ക് തലവേദന ഒന്ന് പുളയുമ്പോ എന്റെ തല മടിയിൽ എടുത്തു വെച്ച് ഉറങ്ങാതിരുന്ന് നെറ്റി തടവി എന്നെ ഉറക്കിയതുപോലെ ഇന്ന് എന്റെ തല ആ മടിയിലെടുത്ത് വെച്ച് എന്റെ നെറ്റി ഒന്ന് തടവിത്താ. എന്റെ മനസ്സിന്റെ ഭാരം ഞാൻ ആ മടിയിൽ ഇറക്കി വയ്ക്കട്ടെ. അമ്മയ്ക്ക് അതിന് കഴിയില്ലല്ലോ മക്കളെ. വയ്യെങ്കിലും നീ നാടകം കളിക്കും. അമ്മയ്ക്കറിയാം, നാടകം കളിക്കുമ്പോ നീ മറ്റെല്ലാം മറക്കും. ഒപ്പം മക്കളുടെ മനസ്സിന് ആശ്വാസം കിട്ടും. അതെ,
എന്റെ അസ്തിത്വം. എനിക്കത് അന്നമാണ്, അഭയമാണ്, ആശ്വാസമാണ്, ആശ്രയവും ഔഷധവുമാണ്, സർവവുമാണ്. നാടകവേദി ദേവാലയമാണ്, അഭിനയം ആരാധനയാണ്. ഈ നാടകത്തറ എന്റെ പോറ്റമ്മയാണ്. ഈ തറ എന്നെ കൈവിടില്ല. ഇവിടെ എന്റെ പെറ്റമ്മയുടെ പ്രാർത്ഥനാ നിർഭരമായ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ജീവിതം മുഴുവൻ തോറ്റുപോയ ഞാൻ ഈ നാടകത്തറയിൽ നിൽക്കുമ്പോൾ പരാജിതനല്ല. ഉയർകട്ടെ ശങ്കുനി, കേളികൊട്ടുയരട്ടെ, അലിയടിക്കട്ടെ കാവ്യശീലം. രാവണൻ, ത്രൈലോക്യ വിജയി രാവണൻ, ഇന്ദ്രവരുണ കുബേരന്മാരെ ജയിച്ചവൻ രാവണൻ. മനോഹരിയായ ലങ്കയും അമൂല്യമായ പുഷ്പകവും നേടിയവൻ രാവണൻ. ബ്രഹ്മാവിന്റെ മോർച്ചട്ടയും സദാശിവന്റെ ചന്ദ്രഹാസവും രാവണന് സ്വന്തം. എന്നിട്ടും ചെറിയൊരു മനുഷ്യകുമാരന്റെ ബാണങ്ങളേറ്റ് പോർക്കളത്തിൽ പൂഴിമണ്ണിൽ ബോധമറ്റ് രാവണൻ വീട് കിടന്നു. കൈലാസമെടുത്തമ്മാനമാടിയ നിന്റെ ബാഹുബലം എവിടെ? സ്വന്തം വയർ പിളർന്ന് ഉടൽമാലകൾ കൊണ്ട് വീണമീട്ടിയ നിന്റെ കഠിന ഇച്ഛാശക്തി എവിടെ? ആ മനുഷ്യകുമാരൻ സാക്ഷാൽ നാരായണനാണെന്ന് എല്ലാവരും പറഞ്ഞു. എങ്കിൽ നാളെ പോർക്കളത്തിൽ ആ കുമാരനെ രാവണൻ ജയിച്ചാൽ വീണ്ടും മുപ്പാരും രാവണ രാജ്യം, രാവണൻ മുപ്പാരിൻ അധിപതി വീണ്ടും. അതല്ല, ആ കുമാരന്റെ കൈകളാൽ വീരചരമെങ്കിൽ രാവണന് രാവണന് മോക്ഷപ്രാപ്തി. രണ്ടും വിജയം രാവണന് തന്നെ. രാവണ വിജയം. ശംഭോ മഹാദേവ.